എന്റെ പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലാഹുവേ പടച്ചവനെ, ഈ ദുരന്തങ്ങൾ നമ്മളെ തേടി ഒന്നിനു പുറകെ ഒന്നൊന്നായി പേമാരി പോലെ പടച്ചവനെ കൊടുങ്കാറ്റിടിക്കുകയാണ്. അതാ കടൽ ശോഭിക്കുകയാണ്. അതാ മഴ പെയ്തിട്ട് പടച്ചവനെ ജലപ്രളയമുണ്ടായിട്ട് സർവ്വതം നഷ്ടപ്പെട്ടു പോവുകയാണ്. തന്റെ ഒരു ആയുഷ്കാലം മുഴുവനും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തന്റെ വീടുണ്ടല്ലോ, മഴയ്ക്കകത്ത് വെള്ളത്തിന്റെ അകത്ത് ഒലിച്ചു പോകുന്നത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഈ പെരുന്നാളിന്റെ ദിവസം എത്രയോ വീടുകൾ മരണ വീടാണ്. പലരുടെയും വീട് എവിടെയാണ് വീടിരുന്നത് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. അല്ലാഹുവേ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കാണുന്ന സ്ഥലത്തിന്റെ വീടുണ്ടായിരുന്നു. ആ വീടിന്റെ അകത്തിന്റെ വാപ്പ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ആ വാപ്പയുടെ ജനാസ നിങ്ങളൊന്ന് എടുത്തു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന കഥ, വിലപിക്കുന്ന രംഗമാണ് ഞാനും നിങ്ങളും കാണുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരാ പണമുണ്ടായിരുന്നവര്, താമസിക്കാ വീടുണ്ടായിരുന്നവര്, എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ കിട്ടിയ വസ്ത്രവും എടുത്തുകൊണ്ട് അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവർക്ക് പണമില്ലാഞ്ഞിട്ടാണോ, കൊട്ടാരം പോലെ വീടില്ലാഞ്ഞിട്ടാണോ, ഒരിക്കലും എന്റെ വീടിന്റെ പരിസരത്ത് വെള്ളം വരില്ല എന്ന് കരുതിയവര് പോലും അല്ലാഹുവേ ഇന്ന് പടച്ചവനെ സ്കൂളിന്റെ അറകളിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വരുന്നത്? എന്തിനാണ് പടച്ചവൻ ഇത് തരുന്നതെന്നറിയുമോ? എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടിയാ, എനിക്കും നിങ്ങൾക്കും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് പടച്ചവൻ ഈ പരീക്ഷണങ്ങൾ തരുന്നത്. അല്ലാഹു ഈ അദാബുകൾ തരുന്നത്, ഇതെല്ലാം കാണിച്ചു തരുന്നത്. മനുഷ്യ പഠിക്കടാ, കൊണ്ടിട്ടും എന്തേ നീ പഠിക്കാത്തത്? അനുഭവിച്ചിട്ടും എന്തേ നീ പഠിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ ദുരന്തത്തിന്റെ കാരണം എന്താണ്? അതാരും അന്വേഷിക്കുന്നില്ല. അത് വയല് നികത്തുന്നത് കൊണ്ടാണ്, മരങ്ങൾ വെട്ടിമുറിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പല കാരണങ്ങളും നിരത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാട്ടിലെ ദുരന്തമുണ്ടാകാറുള്ള കാരണം എന്താ? അവിടെ നിന്ന് മുത്തുനബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, പ്രവാചകൻ പറയുന്നു, കുല്ലു ബൽദത്തിന്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, കുല്ലു ബൽദത്തിന് യകൂനു ഫീഹിൽ അർബഅ ഫാഹിലുഹാ മഅസൂമൂന മിനൽ ബലാ. മുത്തുനബി അവിടെ നിന്ന് 4 കാരണങ്ങൾ പറഞ്ഞു തരികയാണ്. ഒരു നാട്ടിലേക്ക് വിപത്തുകൾ കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ അദാബുകൾ ഇറങ്ങുമ്പോ, പടച്ചവന്റെ കഠിന പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനേക്കെയാണ് ഭയന്നിരുന്നത്? കൊടുങ്കാറ്റ് വന്നു, ഉരുൾപൊട്ടലുണ്ടായി, മഴയിന്ന് നമുക്ക് അദാബായി മാറി. എന്തിന് പല പേരിലുള്ള പനികൾ വരെ നമ്മളെ തേടി വരുമ്പോ അല്ലാഹുവേ എവിടെ എത്തിയെന്നറിയുമോ? അവസാനം അതാ രോഗം പിടിച്ച് പനി പിടിച്ച് കിടക്കുന്നവനെ പരിശോധിക്കുന്നവൻ പോലും ആറടി മണ്ണിന്റെ അകത്തേക്ക് പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. തന്റെ പ്രിയപ്പെട്ട പിതാവിന് അവസാനം 6 അടി മണ്ണിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിടാൻ പോലും കഴിയാതെ തന്റെ പിതാവിന്റെ ജനാസ ഇങ്ങനെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് അങ്ങ് ദൂരെ നിന്ന് കാണേണ്ടി വന്ന മക്കളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്തെന്നറിയുമോ? ഈ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറങ്ങാനുള്ള കാരണമെന്താ? മുത്തുനബി പറയുന്നു, മനുഷ്യ, ഒരു നാട്ടിലെ 4 കാര്യങ്ങളില്ലാത്തത് കൊണ്ടാണ്. 4 കാര്യങ്ങളെന്ന് നമ്മുടെ നാട്ടില് കാണാനില്ല. 4 വിഭാഗം ആൾക്കാർ അതാ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഭൂമിയിൽ ദുരന്തമുണ്ടാകുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 4 ആൾക്കാർ ഭൂമിയിൽ നമ്മുടെ നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കപ്പുറ നബിയുനാ റസൂലുള്ളാഹി
4 വിഭാഗം ആൾക്കാരെ ഇന്ന് കാണാനില്ല. എരുമപ്പെട്ടിയിൽ പറക്കിയെടുക്കാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പറയുന്ന 4 വിഭാഗത്തെ ഇന്ന് ലോകത്ത് കാണാതെ വരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ കാണാനില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കാര്യം തന്നെ വളരെ പരിതാപകരം. അല്ലെങ്കിൽ കയ്യിൽ എണ്ണാവുന്ന തുച്ഛമായ ആൾക്കാർ. 4 വിഭാഗം ആൾക്കാർ ഏത് നാട്ടിലാണോ ഇല്ലാത്തത് ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതാണ് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ. ഒരുപാട് പാഠങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടവർ. ഇത് നമ്മൾ പലതും വലിച്ചു വെച്ചതാണ്. നമുക്കിങ്ങനെ വലിച്ചു വെക്കാൻ കാരണം അള്ളാഹുവിന് കോപമുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും ഒരു പരിധികളൊക്കെ ഇല്ലേ. റബ്ബ് നമുക്ക് ഭക്ഷണവും നമുക്ക് ആരോഗ്യവും നമുക്ക് സർവ്വതും തന്ന അള്ളാഹുവിനെ മറന്നു ജീവിക്കുമ്പോ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. ഒരു 1.5 മാസം മുമ്പ് പലരുടെയും സ്റ്റാറ്റസ് എന്തായിരുന്നു? പലരുടെയും ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരു സോഡ ഇറങ്ങിയായിരുന്നു. എന്താ അതിന്റെ പേര്? ഒരു സോഡ ഉണ്ടായിരുന്നല്ലോപ്പാ. എന്തോ ഒരു സോഡ ഇങ്ങനെ ഒഴിച്ചിട്ട് നിറച്ചങ്ങിട്ട് കവിക്കല്ലേ. എടാ, മനുഷ്യൻ വെള്ളം കുടിക്കാനില്ലാതെ കിടന്ന് പരക്കം പായുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കടയിൽ പോയി പൈസ കൊടുത്തിട്ട് സോഡ വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഒഴിച്ചങ്ങിട്ട് കളയണ ഫോട്ടോ ആയിരുന്നല്ല. ഇപ്പോഴോ ഇങ്ങനെ നിൽക്കുന്ന അല്ലാന്ന് വിളിച്ചിട്ട് റബ്ബാരാ അല്ല ആരാ? നമ്മുടെയൊക്കെ അഹങ്കാരം അങ്ങോട്ട് കൂടിയപ്പോ നമ്മളൊക്കെ എല്ലാം തികഞ്ഞതുപോലെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോ അല്ല പറഞ്ഞു തന്നടാ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. തന്ന അള്ളാഹ്ക്ക് എല്ലാം എടുത്തു കളയാനുള്ള കഴിവും കൂടെ ഉണ്ട്. പടച്ചോ നമ്മളെ പണം പഠിപ്പിക്കല്ലേ. എന്താപ്പാ ഇന്നിപ്പോ വാപ്പാനെ നോക്കണില്ല, ഉമ്മാനെ നോക്കണില്ല, അയൽവാസിയെ പോകാൻ സമയമില്ല, കൂട്ടുകാരോട് ഒന്നിനും സമയമില്ല. ഇപ്പൊ എന്താ പറഞ്ഞത്? പോയി ഇപ്പൊ അയൽവാസിയുടെ വീട്ടിലാ പോയി കിടക്കണ പലരും. എടാ, പെരുന്നാളിന്റെ അന്ന് പോലെ ഒന്ന് കൂടപ്പിറപ്പുകളെ കുടുംബക്കാരെ കാണാൻ പോകാൻ സമയമുണ്ടോ? ഇല്ല. വിളിച്ചപ്പുറം സമയമില്ല. ഇപ്പൊ എവിടെ കിടക്കണേ? വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കൂടപ്പിറപ്പിന്റെ കുടുംബക്കാരന്റെ വീട്ടിനകത്താ പോയി കിടക്കണത്. പ്രവാസി കിടക്കുന്ന കിടക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ നോക്ക്. ഉമ്മായി വാപ്പായി നോക്കാതെ മാതാപിതാക്കളെ കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് എല്ലാരും ഫ്ലാറ്റ് തേടി പോയി. ഇപ്പൊ നീ കിടക്കുന്ന എവിടെ? സ്കൂളിന്റെ വരാന്തയില്. അല്ലാഹ് ആരാ കൊണ്ട് കിടത്തിച്ചില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ നമുക്ക് പഠിക്കാൻ സമയമായി. മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഭൂമിയിൽ നമ്മുടെ നാടുകളിൽ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാർ ആ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ നാട്ടിലുണ്ടോ ഇല്ലേ അത് മനസ്സിലാക്കണ്ടേ. മറ്റുള്ള നാടുകളിലേക്ക് നോക്കണ്ട. എനിക്ക് ഇവിടുത്തെ കാര്യം അറിയില്ല. ഞാൻ പറയുന്ന ഈ 4 വിഭാഗം ആൾക്കാർ ഈ നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകും, അദാബുകളിൽ നിന്ന് രക്ഷപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4 വിഭാഗം ആൾക്കാർ ഭൂമിയിൽ ചില നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ മുസീബത്തുകൾ കടന്നു വരുന്നതെന്ന് പ്രവാചകൻ എന്ന് പറയുമ്പോൾ അല്ലാഹുവേ, ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? ഇന്ന് നാടുകളിൽ ഇല്ലാത്ത ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരികൾ ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോഴാണ് ദുരന്തമുണ്ടാകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കാര്യം നീതിമാന്മാരായ ഭരണാധികാരികൾ ഇല്ലാതെ വരിക. ഞാൻ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്ന് ലോകം എടുത്തു നോക്ക്. ഒരു നീതിമാനായ ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ഭരണാധികാരിയുണ്ട്, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണല്ലോ. നമ്മുടെ രാഷ്ട്രപിതാവ് പോലും പറഞ്ഞു അത്രേ. എന്തേ പറഞ്ഞത്? ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് രാഷ്ട്രപിതാവ് പോലും പറയുന്ന രീതിയിൽ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകം മുഴുവനും നമ്മളൊന്ന് തെരഞ്ഞു നോക്ക്. അങ്ങനെ നീതിമാനായ ഒരു ഭരണാധികാരിയെ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും അതിന് ഉത്തരം പറയാൻ കഴിയാത്തവരാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമിക രാഷ്ട്രമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രമാകട്ടെ
രാജ്യമാകട്ടെ, ഏത് രാഷ്ട്രമെടുത്ത് നോക്കിയാലും ഇന്ന് പരിതാപകരമായ അവസ്ഥയാണ്. എന്തിനാണ് ലോകത്തിന്റെ കാര്യം പറയുന്നത്? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, ഈ രാജ്യത്തിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കിങ്ങനെ കൈമലർത്തിയിട്ട് ദുആ ചെയ്യാനല്ലാതെ ഇനി നമ്മളെ ഒന്നിനും കഴിയില്ലല്ലോ. ഇനി പടച്ച റബ്ബ് ബദരീങ്ങളെ സഹായിച്ച അള്ളയുണ്ടല്ലോ, ആ അള്ളയാണല്ലോ ഏറ്റവും വലിയ നീതിമാൻ. ആ പടച്ച റബ്ബിന്റെ സഹായമല്ലാതെ നമുക്ക് മറ്റൊന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് രാജ്യത്തിന്റെ കാര്യം പറയുന്നത്? ഒരു മുസ്ലിമിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലമാണ് പള്ളി. അല്ലാഹുവിന്റെ പള്ളികളുണ്ടല്ലോ, അവിടെയാണല്ലോ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്നത്, അവിടെയാണല്ലോ നമ്മുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ആ പള്ളിയിലെങ്കിലും നീതിമാനായ ഭരണാധികാരിയുണ്ടോ? ഇന്നത്തെ പള്ളികളുടെ അവസ്ഥ കിടത്ത് നോക്ക്. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ പള്ളി പരിപാലനം, എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ പരിപാലനമൊക്കെ മാറി. ഇന്ന് പള്ളി ഭരണമാണ്, ഇന്ന് പള്ളികൾ ഭരണമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, അതാ ഇലക്ഷനുകൾ വഖഫ് സ്വത്തെടുത്തിട്ട് അതെടുത്തിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് ഓരോ വീടുകൾ കയറിയിറങ്ങി നടന്ന് പൈസ കൊടുത്ത് പിരിവെടുത്തിട്ട് പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങിച്ചിട്ട് പള്ളിയുടെ പ്രസിഡന്റ് ആകാറ്, പള്ളിയുടെ സെക്രട്ടറി ആകാറ്. എന്റെ പ്രിയമുള്ളവരെ, ഏതു വളഞ്ഞ വഴിയിലൂടെയും ജനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലമാ. അല്ലാഹുവിന്റെ പള്ളികൾ പോലും ഇന്ന് ഭരണത്തിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ്. അവിടെ കിടന്ന് തമ്മിലടിക്കുകയാണ്. അല്ലാഹുവേ, ഒരു രൂപ പോലും ശമ്പളമില്ല, ഒരു രൂപ പോലും ശമ്പളമില്ല. പിന്നെ എന്തിനാ സഹോദര പള്ളിയുടെ അധികാരത്തിന് തമ്മിലടിക്കുന്നത്? എന്തിനാണ് നോട്ടീസ് അടിച്ചിറക്കുന്നത്? ഏതെങ്കിലും പള്ളിയിലെ പ്രസിഡന്റിന് പൈസ ഇല്ലല്ലോ, എന്നിട്ടും എന്തിനാ? അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാനുള്ള ഈമാൻ കൊണ്ടാണോ? നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ പള്ളികൾ പോലും ഇന്ന് പല പള്ളികളിലും വോട്ടെടുപ്പ്, ഇലക്ഷൻ പോലീസൊക്കെ നിന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സ്കൂളിൽ പോയി വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ഇങ്ങനെ എടുത്തിട്ട അള്ളാഹുവിന്റെ പള്ളി പരിപാലനം എവിടെയാ? പള്ളി പരിപാലനമല്ല, പള്ളി ഇന്ന് ഭരണമായി മാറി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിത്തിരി കൊണ്ടാലും നിങ്ങളൊക്കെ ക്ഷമിച്ചും സഹിച്ചിരിക്കണം. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പോക്കാം. പറയേണ്ട സമയത്ത് പറയണമല്ലോ. എന്റെ പ്രിയമുള്ളവർ, ഇവിടുത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. അല്ല, പ്രസിഡന്റാണ് എനിക്ക് മുമ്പ് സംസാരിച്ച്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നല്ലവരുമുണ്ട്, ഇല്ലാന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പണ്ടുള്ള ആൾക്കാരുടെ അടുക്കൽ പോയിട്ട് പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ പറഞ്ഞാൽ പറയാം, അസ്സലാമു അലൈക്കും, എനിക്ക് വേണ്ട. ആ നാട്ടുകാർ മുഴുവനും പണ്ടൊക്കെ ഒരു 10-25 കൊല്ലം മുമ്പൊക്കെ ഓരോ ആൾക്കാർ പോയിട്ട് വീട്ടിൽ പോയിട്ട് പറയും, ഉപ്പാ നിങ്ങൾ പ്രസിഡന്റ് ആവുന്നോ? എനിക്ക് വയ്യപ്പ, എനിക്ക് വയ്യ. എന്തേ? പേടി. കാരണം എന്തേ? പണ്ടുള്ള മഹാന്മാരുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. പള്ളി നിസ്കരിക്കാൻ വന്നിട്ട് ഇറങ്ങി പോകുമ്പോ കാലി കിടക്കണ ചെരുപ്പ് ഗേറ്റിൽ ഇങ്ങനെ തട്ടുവത്ര. എന്ത്? പള്ളിയിലെ മണ്ണ് കാലിനടിയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടിട്ട് അള്ളാഹുവിനോട് കണക്ക് പറയണം അത്രേ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, അതൊക്കെ മാറി, അതൊക്കെ മാറി. ഇന്നിങ്ങനെ അധികാരം, പണ്ട് അധികാരം എന്ന് പറയുന്ന സാധനം നമ്മൾ തേടി പോകാനുള്ളതല്ല, നമ്മളെ തേടി വരാനുള്ളതാണ്. അധികാരം നമ്മൾ അങ്ങോട്ട് തേടിപ്പോയാൽ നാറും. അധികാരം നമ്മൾ അങ്ങോട്ട് തേടിപ്പോയാ അള്ളാഹുവെ 3 ശിക്ഷ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും അധികാരം എന്ന് പറയുന്നത്, സ്ഥാനമാനം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങാനുള്ളതല്ല. അത് ഇങ്ങോട്ട് വരുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. അങ്ങോട്ട് വാങ്ങാൻ പോകുമ്പോ ഈ ദുനിയാവി 3 ശിക്ഷയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇവിടെ എങ്ങനെ അപ്പൊ ഇലക്ഷൻ ആണോ അതോ? അൽഹംദുലില്ലാ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നല്ല കാര്യം. അള്ളാഹു നിലനിർത്തിട്ട് ആ കാര്യം അങ്ങനെ തന്നെ അള്ളാഹു ഐക്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കൂടുതൽ അങ്ങോട്ട് പറയണില്ല, സാറിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പള്ളികളിൽ പോലും ഇന്ന് നീതിമാന്മാർ ഇല്ലാതിരിക്കുന്നു. അടച്ചാക്ഷേപിക്കുന്നില്ല, ഇന്ന് പലതും കാണാനില്ലാതിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പള്ളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഈ ഇരിക്കുന്ന ഒരേ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാര്, എന്റെ ഉമ്മമാര്, എന്റെ ഉപ്പ, നീയും ഒരു ഭരണാധികാരിയല്ലേ, നീയും ഒരു ഭരണാധികാരിയല്ലേ. നീ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു മഹല്ലിന്റെ ഭരണാധികാരിയല്ല,
നീ ഭരണം നടത്തുന്നത് നിന്റെ വീട്ടിലാ, നീ വീട്ടിലെ ഭരണാധികാരിയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, ഈ വിവാഹം കഴിച്ച മക്കളുള്ള ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉപ്പയോടും ഞാൻ ചോദിക്കുകയാ, നെഞ്ചത്ത് കൈവച്ചിട്ട് നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്കൂ, നീ നീതിമാനായ ഒരു ഭരണാധികാരിയാണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറഫയുടെ പ്രഭാഷണത്തില് ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ മുന്നിൽ നിർത്തിയിട്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ അറഫ പ്രഭാഷണത്തില് അവിടെന്ന് പറഞ്ഞു, സ്വഹാബ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താ. നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ മക്കളെയും അല്ലാഹു നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ വാപ്പയോടും അല്ലാഹു ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട്, ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാവിനോട് ഞാൻ ചോദിക്കുകയാ, നീ നീതിമാനായ ഒരു ഭരണാധികാരിയാണോ? നീ വീട്ടിലെപ്പോഴും നീ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരു ദുആ ചെയ്യുന്നവന് സ്വർഗമുണ്ട്. ആര് ദുആ ചെയ്താലും സ്വർഗം കിട്ടും. ഒരു ദുആ, ഏത് ദുആ എന്നറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുവേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ പടച്ചവനെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യയെ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയാക്കി തരണേ തമ്പുരാന്. എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ കണ്ണിന് കുളിർമയുള്ള, എനിക്ക് സ്വർഗ്ഗം വാങ്ങി തരുന്ന ഒരു കണ്ണിന് കുളിർമയുള്ള മക്കളെ എനിക്ക് തരണേ അല്ലാഹ്. എന്നിട്ട് മൂന്നാമതായി പറയുകയാണ്, അല്ലാഹുവേ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും മാതൃകയായ ലിൽമുത്തഖീന ഇമാമാ. പടച്ചവനെ, ഇവർക്ക് ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് അങ്ങനെ മാതൃകാപരമായ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള ഒരു പിതാവാകാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, മഹാനായ അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു വാപ്പയെ ഞാൻ പരിചയപ്പെടുത്താ. മഹാനായ അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് സ്വഹാബികൾ മുഴുവനും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്ത് കടന്നു പോവുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീടിന്റെ മുന്നിൽ നിന്ന് സലാം പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങൾ വീടിന്റെ അകത്ത് നിന്നിട്ട് പറഞ്ഞു, സ്വഹാബ കേറിയിരിക്ക്, സഹാബ കേറിയിരിക്ക്, സഹാബ. പക്ഷേ സഹാബികൾ കേറുന്നില്ല. മസ്ഊദ് തങ്ങൾ വീടിന്റെ അകത്ത് നിന്നാണ് പറഞ്ഞത്. പക്ഷേ സ്വഹാബികൾ കേറിയില്ല. കുറെ സമയം കഴിഞ്ഞു. ഫഖറജത്തുൽ ജാരിയ, വീട്ടിലെ ഹാദിമത്തായ പെണ്ണ് വന്നിട്ട് ചോദിക്കുകയാ, എന്തേ നിങ്ങൾ കേറാത്തത്? എന്തേ നിങ്ങൾ കേറാത്തത്? അവര് കേറുന്നില്ല. ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എന്തേ സഹാബ നിങ്ങൾ എന്റെ വീടിന്റെ അകത്ത് കേറിയിരിക്കാത്തത്? ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നതാണല്ലോ, ഞാൻ നിങ്ങളോട് കേറിയിരിക്കാൻ പറഞ്ഞതാണല്ലോ, എന്തേ നിങ്ങൾ പുറത്തു നിന്നത് എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ ചോദിക്കുമ്പോ സഹാബികൾ പറയുകയാ, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, അങ്ങയുടെ
നിങ്ങളുടെ മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയായിരിക്കും. പെൺമക്കളൊക്കെ ഉണ്ടല്ലോ, അവര് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഞങ്ങളെങ്ങാനും വീടിന്റെ അകത്ത് കയറി വന്നാൽ അതവർക്കൊരു പ്രയാസമുണ്ടാക്കുമല്ലോ. സഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് പെടുന്നു നിറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ ഇബ്നു മസ്ഊദിനെ കുറിച്ച് എന്തേ കരുതിയത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? സഹാബാ, മരിക്കുന്ന കാലം വരെ ഇബ്നു മസ്ഊദ് സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ? എന്റെ ഭാര്യയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും. സഹാബാ, മരിക്കുന്ന കാലം വരെ ഞാൻ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ വീടിന്റെ അകത്ത് താമസിക്കുന്ന എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, ഉറപ്പായിട്ടും അവരും എഴുന്നേറ്റിട്ടുണ്ടാകും. ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വാപ്പയല്ല, ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയല്ല. എന്റെ മക്കള് വീടിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു കുടുംബമല്ല എന്ന് ഇബ്നു മസ്ഊദ് തങ്ങൾ അവിടുന്ന് മറുപടി പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പാ, നീ ഒന്ന് നിന്റെ വീടിന്റെ രംഗമൊന്ന് ചിന്തിച്ചു നോക്കൂ. നീ നിസ്കരിക്കാത്തവനാണെന്ന് ഞാൻ പറയുന്നില്ല, നീ 5 നേരം നിസ്കരിക്കുന്നവനാ. പക്ഷേ ഒരു പുതപ്പിന്റെ കീഴിൽ നിന്റെ ചാരത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവളുണ്ടല്ലോ, നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? അതിനെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? അത് തെറ്റാണെന്ന് നിനക്കറിയുന്നവനാണല്ലോ. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നല്ലേ നിന്റെ ദീൻ പഠിപ്പിച്ചത്? മുത്തുനബി അവിടെന്ന് പറഞ്ഞു തന്നത് എന്തേ നിനക്കത് തിരിയാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും മോശമായവര് 3 വിഭാഗമാണ്. സഹാബാ, അല്ലാഹു അവരോട് സംസാരിക്കില്ല, പടച്ചവൻ അവരോട് കരുണ കാണിക്കില്ല, അല്ലാഹു ഒരു ദയം അവരോട് കാണിക്കില്ല, അവരുടെ മുഖത്ത് പോലും അല്ലാഹു നോക്കില്ല. അതാരാണെന്നറിയുമോ വാപ്പാ? കള്ളു കുടിക്കുന്നവനല്ലോ, വ്യഭിചരിക്കുന്നവനല്ലോ, നിസ്കരിക്കാത്തവനല്ലോ, പലിശ തിന്നുന്നവനല്ലോ. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടോ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഉപ്പാ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ ഭാര്യയും മക്കളും നിസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടക്കുമ്പോ എരുമപ്പട്ടിയുടെ പള്ളിയുടെ മിനാരത്തില് അസ്സലാത്തു ഖൈറും മിനൻ സുബഹി ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പാ, നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ? പോകുന്ന വഴിയിൽ നിന്റെ പൊന്നാര മക്കള് കിടന്നുറങ്ങുന്നുണ്ടല്ലോ, ആ മക്കളെ നീ വിളിച്ചുണർത്താറുണ്ടോ? നിന്റെ ബാധ്യതയല്ലേ വാപ്പാ? കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാ പോരാ, നിന്റെ കുടുംബത്തെ കൂടെ നീ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? ഒരു വാപ്പ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയാകണം വാപ്പാ. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമോനെ അടുത്തേക്ക് വിളിക്കുകയാണ്. ചെറിയ പ്രായമുള്ള തന്റെ പൊന്നാര മകന്, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ തന്റെ പൊന്നാര മകനെ ചാരത്ത് വിളിച്ചിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ എന്റെ പൊന്നുമോനെ ഉപദേശിക്കാൻ പോകുകയാണ്. നിന്നെ
ഉപദേശിക്കാൻ ഏറ്റവും വലിയ അർഹൻ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ പൊന്നുമകന് 3 ഉപദേശമാ കൊടുത്തത്. തന്റെ പൊന്നാര മകൻ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ വാപ്പാ? നീ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉപദേശിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ നിന്റെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ടോ? മഹാനായ സഹാബിയുണ്ടല്ലോ, അവിടുന്ന് തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവിടുന്ന് പറയുന്നു, മോനെ ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിൻ വുദൂഅക. തന്റെ പൊന്നാര മകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമോന് നല്ലതുപോലെ വുളുവെടുക്കണേ. ഒരു പിതാവ് തന്റെ മകന് കൊടുത്ത ഒരു ഉപദേശം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. ഒരു വാപ്പ തന്റെ പൊന്നാര മകനെ വിളിച്ചിട്ട് കൊടുത്ത ഉപദേശം, മോനെ നിസ്കരിക്കാൻ എന്റെ മകൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ വുളുവെടുക്കണം, നല്ലതുപോലെ വുളുവെടുക്കണം. മഹാനായ സ്വഹാബി അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഏത് പ്രയാസത്തിന്റെ സമയമാകട്ടെ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ വുളുവെടുക്കണേ, അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. കാരണം എന്തെന്നറിയുമോ? മോൻ വുളുവെടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? എന്റെ പൊന്നുമോൻ എന്തിനാണ് വുളുവെടുക്കുന്നതെന്നറിയുമോ? മോനെ അല്ലാഹനെ കാണാനാടാ. മോൻ വുളുവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. ഇന്ന് വരെ ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം പള്ളിയിൽ പോയി വുളുവെടുക്കുന്നവരാണ്. വുളുവെടുക്കുന്ന സമയത്ത് ഈ നിമിഷം വരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ നമ്മൾ വുളുവെടുക്കുന്നത്? അത് അല്ലാഹുവിനെ കാണാനാ, അത് പടച്ചവനെ കാണാനാ. ഈ ചിന്ത നമുക്ക് ഇന്ന് വരെ കിടന്നു വന്നിട്ടുണ്ടോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ അല്ലാഹനെ കാണാനാ എന്റെ പൊന്നുമോൻ വുളുവെടുക്കുന്നത്. ഈ വുളുവ് സൂക്ഷ്മതയോടുകൂടി എടുത്താൽ എന്റെ പൊന്നുമോൻ അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പൊന്നുമോന് പടച്ചവൻ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നേരെ ചൊവ്വ വുളുവെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? നേരെ ചൊവ്വ വുളുവെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഉപദേശത്തിൽ ഒന്നാമത്തേതായിരുന്നു. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വഹാബികൾക്ക് വുളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് വുളുവെടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ വുളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും വുളുവെടുത്താൽ നിങ്ങളുടെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വുളുവെടുക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളാണ് പടച്ചവരെ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുന്നത് പോലെ നമ്മളെ കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, കൈ കൊണ്ട് ചെയ്ത പാപമുണ്ടല്ലോ, കാല് കൊണ്ട് നടന്ന പാപമുണ്ടല്ലോ. അല്ലാഹുവേ, പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പെങ്ങള്. ജീവിതത്തിൽ ചെയ്തു കൂട്ടി അപരാധങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഹജ്ജിന് പോയിട്ട് ഹാജിയാക്കന്മാര് അവര് പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുന്ന മാസമായിരുന്നല്ലോ. അവര് പടച്ചവനെ കഴുകിക്കളഞ്ഞവരാണല്ലോ. നമുക്കും അല്ലാഹുവിന് അവസരം തരികയാണ്. അല്ലാഹുവേ, സൂക്ഷ്മതയോടുകൂടി പടച്ച റബ്ബിനെ കാണണമെന്ന ബോധത്തോട് നേരെ ചൊവ്വ മുത്തുനബി പറഞ്ഞു തന്നതുപോലെ നീ എങ്ങതാ വുളുവെടുത്താൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി പറയുകയാണ്, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു അൽ മുതവല്ലിഉ ഫീ മഖാരിഹി. അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത്
നല്ല തണുപ്പാട്, രാവിലെ എഴുന്നേറ്റിട്ട് വുളുവെടുക്കാൻ പ്രയാസപ്പെടുന്ന സമയമാണ്. വല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങി വുളുവെടുക്കാൻ വല്ലാത്ത പ്രയാസമുള്ള സമയമാണ്. മുത്തുനബി പറയുന്നു, ആരെങ്കിലും പ്രയാസമുള്ള സമയത്ത് നല്ലതുപോലെ വുളുവെടുത്താൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത റബ്ബിന്റെ കോടതിയുണ്ടല്ലോ, ചെമ്പിന്റെ തറയുണ്ടല്ലോ, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമുണ്ടല്ലോ, ഒരു ചാണ് മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ജനങ്ങൾ കടന്ന് നിലവിളിക്കുന്ന പരലോകമുണ്ടല്ലോ. അല്ലാഹുവേ, ആ ദിവസത്തിൽ നേരെ ചൊവ്വ വുളുവെടുത്താൽ സൂക്ഷ്മതയോടുകൂടി വുളുവെടുക്കുന്നവര് നാളെ അർശിന്റെ താഴെ ഒരു സ്ഥാനം അല്ലാഹു നിനക്ക് തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, മക്കളെ നല്ലതുപോലെ വുളുവെടുക്കണോ. നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിസ്കാരത്തഴമ്പുള്ളവനല്ലോ, താടിക്ക് നീളമുള്ളവനല്ലോ, ഹജ്ജിന് പോയവനല്ലോ. നിങ്ങൾക്കൊരു യഥാർത്ഥ മുസ്ലിമിനെ കാണണോ? ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഹൗദിന്റെ കരയിൽ പോയി നിൽക്കുമോനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പള്ളിയുടെ ഹൗദിന്റെ കരയിൽ പോയി നിൽക്കണം. ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, അവിടെ ആരെങ്കിലും നിന്ന് സൂക്ഷ്മതയോടുകൂടി സമാധാനത്തോടുകൂടി വുളുവെടുക്കുന്ന ഒരാളെ നീ കണ്ടാൽ ആ മനുഷ്യൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹൗദിന്റെ കരയിൽ നിന്ന് സമാധാനത്തോടുകൂടി വുളുവെടുക്കുന്ന ഒരാളെ കണ്ടാൽ അവൻ മുഅ്മിനാ, അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണ്, അവൻ അല്ലാഹ് ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമുള്ളത് കൊണ്ട് ആ മനുഷ്യൻ അങ്ങനെ വുളുവെടുക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നേരെ ചൊവ്വ വുളുവെടുക്കാതെ പള്ളിക്കകത്ത് കയറി അള്ളാനെ കളിയാക്കിയ നിന്നെ അള്ളായും കളിയാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പ തന്റെ മകന് ഉപദേശം കൊടുക്കണമെങ്കിൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വെറുതെയല്ല പറഞ്ഞത്. പള്ളിയിൽ ബാങ്ക് വിളിച്ചു, ഓടിച്ചെന്ന് ഹൗദിന്റെ കരയിൽ പോയി കയ്യും കാലും ഹൗദിനകത്തിട്ട് മുക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട്, മോനെ അല്ലാഹുടെ മുന്നിൽ പോയി ഒളു ഇല്ലാതെ നിന്നിട്ട് നീ അള്ളാനെ കളിയാക്കിയ അല്ലാഹ് നിന്നെയും കളിയാക്കും. അല്ല നിന്നെയും കളിയാക്കും. എപ്പോഴെന്നറിയോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിങ്ങനെ വലിക്ക. ആ സമയത്ത് എല്ലാരും അടുത്ത് വന്ന് നിന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോ നിന്റെ ചാരത്ത് വന്ന് നിന്റെ കുടുംബക്കാര്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ മാതാപിതാക്കൾ, നിന്റെ കൂടപ്പുറപ്പുകൾ അവരടുത്ത് വന്ന് നിന്നിട്ട് പറയും, പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറവുപ്പാ, ഇത് പറഞ്ഞ സ്വർഗം കിട്ടൂപ്പാ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നീ ആഗ്രഹത്തോടെ അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ആഗ്രഹിക്കും. പക്ഷേ നിന്റെ നാവല്ല പൊക്കൂല, നിനക്കത് പറയാനുള്ള ഭാഗ്യം അല്ലാഹു തരൂല. കാരണം നീ അല്ലാഹനെ കളിയാക്കിയവൻ. നീ അല്ലാഹനെ ഒന്നുമില്ലാതെ പള്ളിക്കകത്ത് പോയി നിന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് കളിയാക്കിയവനാ. നിന്നെ അല്ലാഹും കളിയാക്കി കളയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു മഹാനായ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ, എന്റെ പൊന്നുമോന് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ ഒളിവെടുക്കണേ. എന്നിട്ട് രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? രണ്ടാമത് കൊടുത്ത ഉപദേശം എന്താ? പൊന്നുമോനെ, സ്വല്ലി സ്വലാത്ത്. അവിടെന്ന് തന്റെ പൊന്നുമകനോട് പറയുകയാണ്, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? അവിടെന്ന് പറയുകയാ, അവിടെന്ന് പറയുകയാണ്, അന്നക്ക് തുസല്ലി ബഅദഹാ,
ഈ സദസ്സിലിരിക്കുന്നവർ ഇശാ നിസ്കരിച്ചിട്ടില്ല. എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാര്, ചെറുപ്പക്കാര്, പെങ്ങന്മാര് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? അതാ ഒരു പാപ്പ തന്റെ പൊന്നാര മകനോട് പറയുന്നു, മോനെ, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. നാളെ സുബഹി നമസ്കരിക്കാൻ നിങ്ങളാരുമില്ല. നാളെ സുബഹി നമസ്കരിക്കാൻ ഒരൊറ്റ മനുഷ്യനുമില്ല. ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കേണ്ടതെന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറയുകയാ. കാരണമെന്ത് മോനെ, നമസ്കരിക്കുമ്പോ നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയോ? ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയോ? മോനെ, അല്ലാഹുവിന്റെ മുന്നിലാടാ. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ചവന്റെ മുന്നിലാ നീ നിൽക്കുന്നത്. മോനെ, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നുണ്ടടാ. അല്ലാഹ് നിന്നെ കാണുന്നുണ്ടടാ. റബ്ബിന്റെ മുന്നിലാ നിൽക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോനെ, ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാ. എന്ത് ചിന്തയോടുകൂടി വേണം എന്റെ പൊന്നുമുഖം നമസ്കരിക്കാൻ? പറഞ്ഞിട്ടുണ്ടോ വാപ്പാ? പറഞ്ഞിട്ടുണ്ടോ ചെറുപ്പക്കാരാ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കരിക്കുമ്പോ കാക്ക കൊത്തുന്നത് പോലെ പുറകിൽ കിടന്നിട്ട് കളിക്കുന്ന നമുക്കത് തിരിയൂല. നിങ്ങൾക്ക് സ്വർഗം വേണോ? നിങ്ങൾക്ക് സ്വർഗം വേണോ? മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, ഒറ്റ ഒരു വഖത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അറിയാ, ഒരാൾ നമസ്കരിക്കാൻ കൈകെട്ടിയിട്ട് അവസാനം സലാം പറഞ്ഞു പിരിയുമ്പോ ഒന്നുകിൽ അവന് സ്വർഗത്തിന്റെ അവകാശിയാണ്, അല്ലെങ്കിൽ അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ കൈകെട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറഞ്ഞിട്ട് പിരിയുമ്പോ ഒന്നി നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നീ നരകത്തിലായിരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നി നീ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ നീ നരകത്തിൽ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം എന്ത്? ഉസ്താദ് നിസ്കരിക്കാൻ കൈകെട്ടി കഴിയുമ്പോ പഴയ കാര്യമൊക്കെ ഓർമ്മ വരൂല്ലേ? പലരും പറയുമല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു സാധനം കളഞ്ഞു പോയാൽ എവിടെ വെച്ചാണ് ഓർമ്മ, 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അപ്പൊ ഓർമ്മ വരും. ഇതിന്റെ കാരണം എന്തെന്നറിയോ? ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാൻ ചെന്ന് കൈകെട്ടുമ്പോ ഇടതുഭാഗത്ത് ശൈത്താൻ നിൽക്കും, വലതുഭാഗത്ത് മലക്ക് നിൽക്കും. കൈകെട്ടി കഴിയുമ്പോഴത്തേക്ക് പടച്ചവനെ ഈ ശൈത്താൻ നമ്മുടെ ഇടത് ചെവിയിൽ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ആ സമയത്ത് ഈ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, സിറാജ്, നീ എവിടാ നിക്കണെന്നറിയോ? അല്ലാഹുടെ മുന്നിലടാ. എടാ, നീ നിൽക്കുന്നത് പടച്ച റബ്ബിന്റെ മുന്നിലാടാ. എടാ, നീ അല്ലാഹനെ കാണാത്തത് നിന്റെ പോരായ്മ. നീ അല്ലാഹനെ കാണാത്തത് നിന്റെ പോരായ്മ. പക്ഷെ അല്ലാഹ് നിന്നെ കാണുന്നുണ്ട് സിറാജ്. അല്ലാഹുടെ മുന്നിലാടാ നിൽക്കുന്നേ. ഈ നിസ്കാരം ഈ ശൈത്താൻ പറയുന്നത് കേൾക്കാതെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നീ നിസ്കരിച്ച അല്ലാഹ് നിനക്ക് സ്വർഗം തരും, ഇല്ലെങ്കിൽ നീ നരകത്തിലാ. ഓരോ മനുഷ്യൻ നിസ്കരിക്കുമ്പോഴും ഈ മലക്കിതാ പറയാ, എന്റെ പ്രിയമുള്ളവർ, അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞു, നമ്മളങ്ങോട്ട് സലാം വീട്ടുമ്പോൾ അല്ലാഹുവിനെ ഭയന്നിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ ഈ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയും, സിറാജ്, നീ സ്വർഗത്തിലാണ്. നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട് സിറാജെ. ഈ പോണ വഴിയും മരിച്ച അല്ലാഹ് നിനക്ക് സ്വർഗം തരും, പൊക്കോ. കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് പറഞ്ഞു വിടും. അപ്പൊ ഇടത് ഭാഗത്തിരുന്ന് ശൈത്താൻ കരയും. പക്ഷെ നമ്മൾ നിസ്കരിച്ച് കഴിയുമ്പോ ശൈത്താൻ ചിരിക്കും, മലക്ക് കരയും. മലക്ക് പറയും, എടാ നശിച്ചവനെ, അല്ലാഹുടെ സ്വർഗം കളഞ്ഞു കളഞ്ഞല്ലോടാ. അല്ലാഹുവിന്റെ സ്വർഗം നീ വെറുതെ കളഞ്ഞല്ലോടാ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോടാ. ഇവന്റെ കൂടെ കൂടിയല്ലോ. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത വഖത്തിന് മുമ്പ് നീ തീർന്ന നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ വാപ്പ പറഞ്ഞു കൊടുത്തത്, മോനെ, നിസ്കരിക്കുമ്പോ ഇത് അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ടേ കൈകെട്ടാവും.
കാരണം ഇത് കളിയല്ല, തമാശയല്ല. ഇത് പോയി നിന്ന് നമുക്ക് എന്തെങ്കിലും കോമാളിത്തരം കാണിക്കാനുള്ള ഒരു കാര്യമല്ല നിസ്കാരം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം 7 വയസ്സായവനെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? ഉറക്കമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? അടിക്കണം. ഇന്ന് വരെ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഒരു വാപ്പ ഒന്ന് കൈവക്കിക്ക്. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ വാപ്പ. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറക്കണ സമയത്ത് ആടിനെ കൊണ്ടുവന്ന് കൊടുത്തത് കാര്യമായി ഇല്ലായിരുന്നെങ്കിൽ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലാത്ത നമ്മളെങ്ങാണം മക്കളെ അറുത്തു കൊടുക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കും, ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തിനാ ഞാനും നിങ്ങളും മക്കളെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തുന്നു. എന്തിനു വേണ്ടി? മക്കൾ ആരുടെ മുന്നിലും കൈനീട്ടാതെ അഭിമാനത്തോടു കൂടി ജീവിക്കണം. ഇതല്ലേ ഞാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാരും ആഗ്രഹിക്കുന്നത് എന്ത്? തന്റെ മക്കൾ ഒരുത്തന്റെ മുന്നിലും പോയി കൈനീട്ടരുത്, സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. മക്കള് നന്നായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളുടെ മക്കൾ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടുകൂടി അള്ളാഹുവെ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വാപ്പ എന്ത് ചെയ്യണമെന്നറിയുമോ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വീടിന്റെ അകത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഖുർആനിൽ ഒരു ആയത്ത് കൊടുക്കും. ഖുർആനിലെ ഒരു ആയത്ത്, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ മക്കള് സന്തോഷത്തോടെ ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ഇസ്സത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തേ ചെയ്യേണ്ടത്? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു വൽ ആകിബതു ലിത്തഖ്വാ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, പ്രത്യേകിച്ച് ഉപ്പയോടാണ് എനിക്ക് പറയാറുള്ളത്. നിന്റെ പൊന്നാര മകൻ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഒരു പള്ളിയുടെ മുന്നിലോ വീടിന്റെ മുന്നിലോ സംഘടന ഓഫീസിന്റെ മുന്നിലോ പോയി പിരിവെടുക്കാതെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? വഅ്മുർ അഹ്ലക ബിസ്സലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമസ്കരിക്കുന്നതിന് വേണ്ടി തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുന്ന വാപ്പ, തന്റെ മക്കളെ നിസ്കരിപ്പിക്കുന്ന ഉപ്പമാര് വാശി പിടിച്ചിട്ടാണെങ്കിലും ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന കുടുംബമേ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ. പടച്ച റബ്ബാ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് താഹയിൽ കാണാം. അല്ലാഹു പറയുകയാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖു. അല്ലാഹു പറയുകയാണ്, പലരും പ്രയാസത്തിലാണ് ഉസ്താദേ, ഗൾഫ് മുഴുവനും തകർന്നു, എങ്ങനെയാ കുടുംബത്തെ പോറ്റുന്നത്? ഉസ്താദേ, ജലപ്രളയമുണ്ടായി, സർവ്വതും നഷ്ടപ്പെട്ടു പോയി, എങ്ങനെയാ ജീവിക്കുന്നത്? എങ്കിൽ അല്ലാഹു അതിന് പരിഹാരം പറയുന്നു. ഏതെങ്കിലും ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിളിച്ചുണർത്തിയിട്ട് 5 നേരം നിസ്കരിപ്പിച്ച അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാ, മരിക്കുന്ന കാലം വരെ സിറാജ്, നീയും നിന്റെ പെണ്ണും പിള്ളയും മക്കളും നിസ്കരിപ്പിച്ച നീ ഒരു നല്ല വാപ്പയായ മരിക്കണ കാലം വരെ നിങ്ങൾക്ക് 3-4 പേർക്കും തിന്നാനുള്ളത് ഞാൻ തരാം. അല്ലാഹു പറയുന്ന സിറാജ, നീ തേടിയിട്ട് നടക്കൊന്നും വേണ്ട. നീ റിസ്ക് തേടണ്ട, ഞാനാ തരുന്നത്, ഞാനാ റബ്ബ്, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ സ്കൂളിൽ പോകുന്ന മകനോട് നീ എന്ത് പറയണം? എന്തു വന്നാലും നീ ളുഹർ നിസ്കരിക്കണം. അതങ്ങനല്ലല്ലോ. ജുമായ്ക്ക് പോലും വിടാത്ത സ്കൂളിലെ നീ വിടത്തുള്ളൂ. സ്കൂൾ വിട്ട് വരുന്ന മക്കളോട്, 3 മണിക്ക് 3:30 കയറി വരുന്ന മക്കളോട്, മോനെ പെട്ടെന്ന് പോയി ഉളുവെടുത്തിട്ട് ളുഹർ നിസ്കരിക്കടാ, മോളെ പെട്ടെന്ന് പോയി ഉളുവെടുത്തിട്ട് ളുഹർ നിസ്കരിക്ക്. ഏത് താത്തായ പറയണേ? പറയൂല. അല്ലാഹു പറഞ്ഞു, മോളെ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ളത് അല്ലാഹു തരും. ഒറ്റ ദിവസം പോലും പട്ടിണിക്കിടൂല പടച്ചവൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2 A+ വാങ്ങുന്നതിലൊന്നും അല്ല കാര്യം. ഏറ്റവും വലിയ വിജയിയാരാ?
ഏറ്റവും വലിയ വിജയി. ഉമ്മ പറയും, ഉസ്താദെ പ്രസവത്തിന് മരണവേദന. ആരാ പറഞ്ഞ മരണവേദന? മരണവേദന അതൊന്നുമല്ല, അനുഭവിക്കുമ്പോ അറിയാം. അള്ളാഹു കുറച്ചേരുമാറാകട്ടെ, അള്ളാഹു കുറച്ചേരുമാറാകട്ടെ. പ്രസവ വേദന മരണവേദനയാണെന്നാ പറയുന്നത്. പ്രസവിക്കുമ്പോ പിടിക്കുന്ന എത്ര ഡോക്ടർമാരാ? ഒരു ഡോക്ടറും 2 നേഴ്സും ആയിരിക്കും ഏകദേശം. ഞാൻ പിന്നെ അവിടെ കേറിയിട്ടില്ല, എനിക്കറിയില്ല. ഏകദേശം താത്ത നീ പ്രസവിച്ചപ്പോ പിടിച്ച ഒരു ഡോക്ടറും 2 നേഴ്സുമാരും വന്ന് കയ്യും കാലൊക്കെ പിടിച്ചു. നീ അവിടെ കിടന്നുകൊണ്ട് ഹാ ഹൂ എന്നൊക്കെ വിളിച്ചു. വേദന തന്നെ ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ പിടിക്കണ മലക്ക് എത്രയാണെന്നറിയോ? 70,000 മലക്കുകൾ. അല്ലാഹു അക്ബർ. 70,000 മലക്കുകള് ഈ കയ്യും കാലും അങ്ങോട്ട് പിടിച്ചു വെക്കണമെങ്കിൽ അതെന്ത് വേദനയായിരിക്കും? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 70,000. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുത്തുനബിയുടെ ചരിത്രം പറയുമ്പോ പറയുന്നുണ്ട്, എണ്ണയ്ക്കകത്ത് നൂലിട്ടിട്ട് വലിക്കണ പോലെ മുത്തുനബിയുടെ റൂഹ് പിടിച്ചേ. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുമ്പോ പറഞ്ഞത്ര, നബിയെ എണ്ണയ്ക്കകത്ത് നൂലിട്ടിട്ട് വലിക്കണമല്ല. എന്നിട്ടാ മുത്തുനബി പറഞ്ഞത്, ഇന്നലിൽ മൗതി ലസക്കറ, മരണത്തിന് വേദനയുണ്ടെന്ന്. ആ പ്രവാചകൻ എണ്ണയിൽ നൂലിട്ടിട്ട് വലിക്കണ രീതിയിൽ പിടിച്ചിട്ട് ഈ വേദന ഉണ്ടെന്ന് പറഞ്ഞ അല്ലാഹു ആലം. എന്റെയും നിങ്ങളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ചോദിക്കുമല്ലോ, എല്ലാരും ചോദിക്കും, എല്ലാവർക്കും നല്ല മരണമാ വേണ്ടത്. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. വെള്ളിയാഴ്ച രാവിലെ മരിക്കാൻ കൊതിയുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. വെള്ളിയാഴ്ച രാവിലെ അൽഹംദുലില്ലാ. കാരണം എന്തേ? വെള്ളിയാഴ്ച രാവിലെ മരിച്ച ഷഹീദിന്റെ കൂലിയ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇത് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുമോ? ഉസ്താദെ എന്റെ സർവ്വ സമ്പാദ്യവും ഞാൻ തരാം, അല്ലാ എനിക്ക് ഇന്ന് രാത്രി മരണം തരുന്നു, നാളെ ജുമയ്ക്ക് മുമ്പ് എന്നെ മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വാങ്ങാൻ പറ്റുമോ? പറ്റൂല. എങ്കിൽ അല്ല പറയാ, ആർക്കാ വേണ്ടേ? 5 പൈസയും വേണ്ട, ഞാൻ തരാം. അല്ല പറയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. ആർക്കാ വേണ്ടത്? ഞാൻ തരാം. എന്തേ അല്ല പറഞ്ഞത്? നല്ല മരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ? വല്ല ആഖിബത്തുൽ തഖ്വ. അല്ലാഹു പറയുകയാ, 5 നേരം നിസ്കരിച്ച ഞാൻ നല്ല മരണം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പ്രസവ വേദനയ്ക്ക് മരണവേദനയുണ്ടെന്ന് പറയുന്ന ഉമ്മ ഈ നൊന്ത് പ്രസവിച്ച മകളോട് സ്നേഹമുണ്ടെങ്കിൽ, മോളെ ഇതിനേക്കാളും വേദനയാ മോളെ മരണവേദന. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ നിസ്കരിക്കുന്ന ഏതുമ്മയാ പറയണേ? നിങ്ങൾ പറ. നമ്മളാരും പ്രസവ വേദന അനുഭവിച്ചതല്ല. ഇരിക്കണ താത്താമാര്, ഏതെങ്കിലും ഒരു താത്ത 18 തികഞ്ഞവൾ, 15 വയസ്സുള്ളവൾ, നിസ്കാരം നിർബന്ധമല്ലേ, പറയാറുണ്ടോ? കയറി നിസ്കരിക്കടി, നിന്റെ മരണവേദന അല്ല കുറച്ചു തരും, നിനക്ക് അല്ലാഹു നല്ല മരണം തരുമെന്ന് ഏതെങ്കിലും ഉമ്മ പറയോ? പറയൂല. കാരണം ഉമ്മായിക്ക് അതിനുള്ള യോഗ്യതയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനെ കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ എന്റെ പൊന്നുമകൻ നമസ്കരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരമെന്ന് കരുതിയിട്ട് നീ നിസ്കരിക്കണേ. അടുത്തത് മയ്യത്ത് നമസ്കാരമാ. അടുത്ത വഖത്തില് പള്ളിയിൽ നടക്കുന്നത് നിന്റെ മയ്യത്ത് നമസ്കാരമാ. അതുകൊണ്ട് ഇന്ന് ഇശാ നിസ്കരിക്കുന്ന ഓരോ മനുഷ്യനും കരുതിക്കോ, നാളെ സുബഹിക്ക് നീയില്ല, നാളെ ദുഹർ നീ പള്ളിയിൽ നിന്റെ ജനാസ കൊണ്ടുവെക്കുകയാണ്. ഇതുപോലെ വേണം നിസ്കരിക്കാൻ. എന്നിട്ട് വാപ്പ കൊടുത്ത 3ാമത്തെ ഉപദേശം എന്താ? ഇത് മറന്നു പോകരുത്. ഒരു ഉപ്പയും ഒരു ഉമ്മയും ഇത് മറന്നു പോകരുത്. മുത്തുനബി മഹാനായ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ കൊടുത്ത 3ാമത്തെ ഉപദേശം എന്തെന്നറിയുവോ? മോനെ وإياك بالطمع فإنه فقر الحاضرا. തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന 3ാമത്തെ ഉപദേശം, മോനെ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മോൻ ആഗ്രഹിക്കരുത്. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ മോൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം എന്തെന്നറിയോ? മോനെ അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അവിടുന്ന് 3ാമത് കൊടുത്തത് 2 ഉപദേശമാണ്. ഒരുത്തന്റെ കയ്യിലിരിക്കുന്നതും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. മോനെ അത്യാഗ്രഹം പാടില്ലടാ, മോനെ അത്യാഗ്രഹം പാടില്ലടാ. ഏത് വാപ്പയാ ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോ ഉമ്മയും തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് പണമുണ്ടെങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. എടാ
പണമുണ്ടെങ്കിലേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഇത് നിന്റെ തെറ്റിദ്ധാരണയാ പെങ്ങള്. വാപ്പാത് നിന്റെ തെറ്റിദ്ധാരണയാണ്. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് പിഞ്ചുമക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ കുത്തിവെച്ചത് കൊണ്ടാ നിന്റെ മക്കള് കള്ള് കച്ചവടം നടത്തുന്നത്, സ്കൂളിൽ പഠിക്കുന്ന മക്കളും മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, വഴഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കാൻ നിന്റെ മക്കള് പരക്കം പായുന്നത്. എങ്കിലും വാപ്പാ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ? മോനെ, ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോഴ് അല്ലാഹു നിനക്ക് കിട്ടേണ്ട കാര്യം മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചങ്ങാതിയുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാനുള്ളത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം ഇദ്ദേഹത്തെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ എന്തിനാ അള്ള ഇവിടെ കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇന്ന് എനിക്ക് ചോറുണ്ടായിരുന്നു, അതിനകത്ത് എന്റെ പേരുണ്ടായിരുന്നു. അത് തിന്നാനാ ഞാൻ വന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നപ്പോ അള്ള തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഞാൻ തിന്നുമെന്ന് എഴുതി വെച്ചിരിക്ക. ഇനി ആരുടെയൊക്കെ വീട്ടിലുണ്ടോ എനിക്കറിയില്ല. ഞാൻ മരിക്കണ കാലം വരെ എനിക്കുള്ളത് അള്ള എഴുതി വെച്ചിരിക്ക. എനിക്ക് 1 രൂപ കിട്ടണമെങ്കിൽ അത് അള്ള തീരുമാനിച്ചതേ കിട്ടത്തുള്ളൂ, അല്ലാത്തൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ മരിക്കുന്ന കാലം വരെയുള്ള സർവ്വ കാര്യവും അള്ളാഹു എഴുതി വെച്ചിരിക്ക. പിന്നെ മറ്റുള്ളവന്റെ കയ്യിരിക്കുന്ന കണ്ട് ആർത്തി പിടിച്ചിട്ടോ വല്ലതും കിട്ടുമോ? നിങ്ങൾ പറ, കിട്ടുമോ? പറചങ്ങാതി കിട്ടുമോ? ഇതാ മോന് പറഞ്ഞു കൊടുക്കണ്ടേ, ഇതാ നിന്റെ മകന് പറഞ്ഞു കൊടുക്കേണ്ടത്. മോനെ, എടാ, നീ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുതടാ. നിനക്കുള്ളത് നിനക്കല്ല തരൂ. നിനക്കുള്ളത് വേറെ ആർക്കൊല്ല കൊടുക്കൂല. അതല്ല നിശ്ചയിച്ചത് നിനക്ക് തന്നെ കിട്ടും. നീ അങ്ങനെ ആർത്തി വെച്ചാ മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചാല് മോനെ, അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുമടാ. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാടാ. ഒരിക്കലും നീ ആർത്തി കാണിക്കരുത്, അത്യാഗ്രഹം കാണിക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വർദ ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? കേരളത്തിന്റെ സമ്പന്നൻ യൂസുഫ് അലിയാണ്. ഇന്ത്യയുടെ സമ്പന്നന്മാരുടെ പേരെടുത്ത് നോക്ക്, അംബാനി കാണുമല്ലോ. ലോകത്തിന്റെ കോടീശ്വരന്മാരെ എടുത്ത് നോക്ക്. എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയോ? എന്നോട് ചോദിച്ചാ പറയും ഞാനാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണ്. കാരണം മുത്തുനബി പറഞ്ഞത് ആരെന്നറിയോ? വർദ ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കഞ്ഞിയും ചമ്മന്തിയുമാകട്ടെ ഉള്ളത് തിന്നിട്ട് കേറി സുഖമായി കിടന്നുറങ്ങണം. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്, ആർത്തി കാണിക്കരുത്, അത്യാഗ്രഹം കാണിക്കരുത്. ഇതെല്ലാം സർവ്വതും നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഉമ്മ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും നീ തെറ്റിദ്ധരിക്കരുത്. പണമുണ്ടാക്കാൻ വളഞ്ഞ വഴി നീ ശ്രമിക്കരുത്. മോനെ, നിന്റെ വാപ്പ പോയപ്പോ ഒന്നും കൊണ്ടുപോയില്ലടാ. നീ കൊടുത്ത നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം വെള്ള തുണിയും കുറച്ചു പഞ്ഞിയും കുത്തിക്കേറ്റി വെച്ചിട്ട് ഉപ്പാല പള്ളിക്കുടിയിൽ കൊണ്ടുപോയി കുടിച്ചിട്ടത് നിനക്ക് ഓർമ്മ വേണം. ഇതുപോലെ ഒരു ദിവസം നീ പോകേണ്ടവനാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വേ, വളർന്ന വഴിയിലൂടെ പണമുണ്ടാക്കാ പരക്കം പായുന്നവര്, എന്റെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറയാ. മുത്തുനബിയെ കരയിപ്പിച്ച് കളഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയിൽ സഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടക്കുകയാണ്. ആരാ? മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി കരയുകയാ. മിസ്അബിനെ കണ്ടിട്ട് മുത്തുനബി കരയുകയാണ്. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുമ്പോ മിസ്അബ് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്ത് പറ്റി നബിയേ? എന്തിനാ നബിയേ കരയുന്നത്? എന്നെ നോക്കിയിട്ട് എന്തിനാ കരയുന്നത്? മിസ്അബേ,
നിന്റെ പഴയ കാലം ഓർത്തുപോയി മിസ്സബ്. ആരാണ് മിസ്സബ് എന്നറിയുവോടാ ചെറുപ്പക്കാരാ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്സബ്. ആ മിസ്സബ് ധരിക്കുന്ന ഉടുപ്പുണ്ടല്ലോ, സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ്. അംബാനി പോലും ധരിക്കാറില്ല, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നം ധരിക്കാറില്ല. മിസ്സബ് ധരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമാണ്. ഒരു സുഗന്ധം ഒരിക്കലേ തേക്കാറുള്ളൂ. ആ മിസ്സബിന്റെ മുന്നിലും പുറകിലും അടിമകള് നടക്കുമായിരുന്നു. ആ മിസ്സബെങ്ങാനും റോഡിലൂടെ പോകുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ വന്നിട്ട് കാത്തു നിൽക്കുമായിരുന്നടാ. ആ സമ്പന്നനായ മിസ്സബുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നുമകന് മുസ്ലിമായെന്നറിഞ്ഞപ്പോ എത്ര തല്ലിയിട്ടും ചതച്ചിട്ടും തന്റെ മകന്റെ സ്വഭാവത്തില് മാറ്റമില്ല, തീരുമാനത്തില് മാറ്റമില്ല. അവസാനം അവിടെ ഉമ്മ പറഞ്ഞു, മിസ്സബേ, അവിടെ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് മുത്തുനബിയുടെ മുന്നിലേക്ക് പോകണം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഉമ്മ വിളിച്ചു, മിസ്സബേ, ഇറങ്ങി പോകല്ലേടാ, ഇറങ്ങി പോകല്ലേടാ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരില്ലടാ. അല്ലാഹുവേ, ഉമ്മ അവിടെ നിന്ന് പറയുമ്പോ മിസ്സബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രം അങ്ങൂരുകയാണ്, ധരിച്ചിരുന്ന കമീസ് അങ്ങൂരുകയാണ്. എന്ന് മടക്കിയിട്ട് ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മാ, ഇതും നിങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിയതാണ്, എനിക്കിതും വേണ്ട, എനിക്കിതും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ ഉമ്മ പറഞ്ഞു, മിസ്സബേ, ഇനി നീ നിന്റെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഞാൻ മരിച്ചാ പോലും എന്നെ കാണാൻ വരരുത്. റളിയല്ലാഹു തആല അൻഹു ഇറങ്ങിപ്പോയി. എന്തിനാ മുത്തുനബി കരഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിയുടെ മുന്നിലൂടെ മിസ്സബ് നടക്കുമ്പോ ഒരു പുതപ്പിങ്ങനെ ധരിച്ചിരിക്കുകയാ, ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ. ചെറുപ്പക്കാരാ, 62 സ്ഥലങ്ങളിൽ കീറിയിട്ട് തച്ച് വെച്ച കമീസ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ഈ രംഗം കണ്ടിട്ടാ റസൂലുള്ള കരഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മിസ്സബേ, എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രം വേണം നബിയേ. സ്വർഗ്ഗത്തിലെ വസ്ത്രം ധരിക്കാറുള്ള കൊതി കൊണ്ടാ മയ്യത്തവസാനം ഉഹദിന്റെ രണാങ്കണത്തില് സഹാബികൾ ഒരു ജനാസ എടുത്തുകൊണ്ട് ഓടി വരികയാണ്. മുത്തുനബി നോക്കുമ്പോ മിസ്സബിന്റെ ജനാസയാണ്. എന്തേ കഫൻ പൊതിയാത്തത്, എന്തേ കഫൻ പൊതിയാത്തത്? യാ റസൂലല്ലാഹ്, തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ് നബിയേ, കാല് മറയ്ക്കുമ്പോ തല വെളിയിലാണ് നബിയേ. അതാ തുണിയില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ. അവസാനം ചെയ്തതെന്തെന്നറിയോ? പുല്ല് പറിച്ചു കൊണ്ടുവരികയാണ്. തലമറച്ചിട്ട് കഫൻ പൊതിഞ്ഞു, കാല് രണ്ടും വെളിയിലാണ്. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടിയടാ ചെറുപ്പക്കാരാ. എന്നിട്ട് റബ്ബേ, അവിടുന്ന് ജനാസ ഖബറിലേക്ക് ഇറക്കുമ്പോ കാലിൽ കെട്ടിയിരുന്ന പുല്ലങ്ങടിയുകയാണ്. കാലിൽ കെട്ടിവെച്ചിരുന്ന പുല്ലടിഞ്ഞ് താഴെ വീഴുകയാണ്. സഹാബികൾ നിറകണ്ണുകളോട് ആ സഹാബിയുടെ ജനാസ ഖബറിൽ ഇറക്കുമ്പോ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബതിഗാ മർദാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്.
മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, പോകുമ്പോ ഇതുപോലെ പോകണം സഹാബ. പഠിക്കടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, ഇല്ലെങ്കിൽ ഇല്ലെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം വാപ്പാ. നിന്റെ മക്കളോട് പറയണം വാപ്പയുടെ കയ്യിലില്ലെന്ന്. അല്ലാതെ മക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുമ്പോൾ വാങ്ങിക്കൊടുക്കുമ്പോ അതല്ല യഥാർത്ഥ സ്നേഹം. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. നീ ഇത്രയും കഷ്ടപ്പെട്ട് വളരുന്ന കാര്യമെന്ത്? പണ്ട് നീ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ചോറ് താഴെ വീണ ഭക്ഷണം വാരിയെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് നിന്റെ ഉമ്മ പറയും, മോനെ ഇത് നിന്റെ വാപ്പ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ് മോനെ, ഇത് കളയല്ലേ, ഇനി തരാൻ വേറെ ഒന്നും ഈ വീടിന്റെ അകത്തില്ല മോനെ. ഇത് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്കതറിയില്ല. തിന്നണ്ട സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും മക്കളുടെ സ്വഭാവം മാറും. വാപ്പാ അങ്ങനെയല്ല. മഹാനായ സഹാബി അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് ഒരു സഹാബിയുടെ ചരിത്രം പറയാ. എന്റെ പ്രിയപ്പെട്ടവര്, ആ സഹാബിയതാ തന്റെ മരണസമയം ഇങ്ങനെ അടുത്ത് വരികയാണ്. തന്റെ മരണസമയം ഇങ്ങനെ അടുത്ത് വരുമ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്ത് വന്നപ്പോ മക്കളെ എല്ലാവരെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് വെറുപ്പാടോ? എന്നോട് നിങ്ങൾക്ക് ദേഷ്യമാണോ? കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. എന്റെ കയ്യിലൊന്നുമില്ല, എല്ലാം ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് വാപ്പ പറയുകയാ, ഇന്നത്തെ എന്റെ അവസ്ഥ എന്തെന്നറിയോ മക്കളെ? വാപ്പ ഇന്ന് മരിച്ചാൽ കഫം തുണി വാങ്ങാൻ ഒരു രൂപ ഉപ്പാടെ കയ്യിലില്ല. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന രണ്ടാമത്തെ കാരണം എന്താണ്? നമ്മുടെ നാടുകളിൽ ദുരന്തമുണ്ടാകാനുള്ള രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? വആലിമുൻ അലാ സബീലിൽ ഹുദാ, ജനങ്ങൾക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ എന്ന് കാണാനില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുണ്ടല്ലോ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുന്ന ആലിമീങ്ങള്. അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാർ അനന്തരാവകാശികളാണ്. അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ആലിമീങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ കുറവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ഓരോ വീട്ടുകാര് പറയുമായിരുന്നു, ഒരു കുടുംബത്തിൽ ഒരു ആലിമ് വേണം, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിദ് വേണം എന്ന് പണ്ടുള്ള തലമുറകൾ ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഇന്ന് കാലമൊക്കെ മാറിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മദാ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകളുണ്ടല്ലോ, അവരാഗ്രഹിക്കുമെന്നാണ് ഒരു ആലിം ഞങ്ങളുടെ ഖബറിന്റെ ചാരത്തുകൂടെ ഒന്ന് നടന്നു പോയിരുന്നെങ്കിലോ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ആലിം ഖബർസാലിലൂടെ നടന്നു പോയാ അല്ലാഹു ഖബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണമുണ്ടല്ലോ, അത് ഭൂമിയുടെ അവസാനം അടുത്തതിന്റെ അടയാളമാണ്, അത് ലോക അവസാനത്തിന്റെ അടയാളമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുണ്ടല്ലോ. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ബിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതിബുൽ വഹി എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, കിടക്കുന്നത് ഒരു ഇൽമാണ്, ഈ കിടക്കുന്നത് ഒരു ഇൽമിന്റെ ബഹറാണ്, ഇവരുടെ അവസാനം ലോക അവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ, ആലിമീങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പൊക്കൊണ്ടിരിക്കുകയാ. അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മഹത്വം നമുക്കറിയാമല്ലോ, പണ്ഡിതന്മാരുടെ മഹത്വം നമ്മൾക്കറിയുന്നവരാണല്ലോ. എന്റെ പ്രിയമുള്ളവരോ, അതാ ഒരു ചരിത്രം പറയാ. മഹാനായ സീനി ദലാൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. ഒരു നാട്ടില് മഴയില്ല, ഒരു നാട്ടില് മഴയില്ല. ഇത് ആലിമിന്റെ മഹത്വമല്ല, ആലിമിനെ കണ്ടവന്റെ മഹത്വമാണ് പറയുന്നത്. മഹാനവറുകൾ പറയുകയാണ്, ഒരു നാട്ടില് മഴയില്ല, മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. എന്നിട്ട് എല്ലാവരും കൂടെ അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്തു. പക്ഷേ മഴ കിട്ടാതെ വന്നു. എല്ലാവരും വല്ലാത്ത ദുഃഖത്തിലാണ്. എല്ലാവരും ഇങ്ങനെ ദുഃഖത്തിൽ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ നടന്നു വരികയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ നടന്നു വരികയാണ്. ജനങ്ങളുടെ മുഖത്ത് പ്രയാസം കണ്ടപ്പോ ആ മനുഷ്യൻ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്തു, എന്നിട്ട് ഞങ്ങൾക്ക് മഴ കിട്ടാത്തതിന്റെ പ്രയാസമാണെന്ന് പറയുമ്പോ ആ മനുഷ്യൻ രണ്ട് കൈ ഉയർത്തി, എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി, അല്ലാഹുവേ, എന്റെ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് നീ മഴ കൊടുക്കണേ തമ്പുരാന്. ഈ മനുഷ്യനങ്ങ് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാ. എല്ലാവർക്കും അത്ഭുതമായി. ഇത്രയും ജനങ്ങൾ ദുആ ചെയ്തിട്ട് മഴ പെയ്തില്ല. പക്ഷേ ഈ മനുഷ്യൻ തന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് മഴ ചോദിച്ചപ്പോ അല്ലാഹു മഴ കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? മഹാനായ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. സൈനി ദലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആദാനി ഐനാനി റഅതാ അബാ യസീദ് അൽ ബിസ്താമി. താബീങ്ങളിൽപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന പണ്ഡിതനുണ്ടല്ലോ, ആ മഹാനെ കണ്ട കണ്ണാ. ആ മഹാന്റെ ഇൽമിന്റെ സദസ്സിൽ പോയിരുന്ന് ഞാൻ ആ മനുഷ്യൻ പറയുന്ന ഇൽമ കേട്ടിട്ടുണ്ട്. ആ മഹാനെ കണ്ട കണ്ണാട്, ആ മഹാനെ കണ്ട കണ്ണാട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്ന് ചോദിച്ചാൽ അല്ലാഹു എനിക്ക് തരുമെന്ന മഹാൻ പറയുമ്പോ, ഒരു ആലിമിനെ കണ്ട മനുഷ്യന് പോലെ അല്ലാഹുവേ ചോദിച്ചത് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതൊന്നും വെറുതെയല്ലല്ലോ, ഇതൊന്നും വെറുതെയല്ലല്ലോ. മുത്തുനബി പറഞ്ഞു, സഹാബാ, 5 കാര്യങ്ങളിൽ നോക്കിയാൽ ഇബാദത്താ. 5 കാര്യങ്ങളിൽ നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഒന്നാമത്തെ കാര്യമേതാ? അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബാലയമോ. കഅബയിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കൽ ഇബാദത്താണ്. 2, പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. ആ ഖുർആനിൽ നോക്കിയിരിക്കുന്നത് ഇബാദത്താ. കണ്ണിന്റെ കാഴ്ച കുറയുന്നു എന്ന് പരാതി പറയുന്ന എന്റെ മുസ്ലിമേ, ഖുർആൻ നോക്കിക്കോ, ഖുർആൻ നോക്കിക്കോ. നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കഅബാലയം നോക്കലോ, പരിശുദ്ധമായ ഖുർആനിനെ നോക്കലോ. 3, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് നിന്നെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മയുണ്ടല്ലോ, ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താ.
മുഖത്ത് നോക്കുന്നത് ഇബാദത്താ. നാല് സംസം വെള്ളം കുടിക്കുമ്പോ നോക്കിയിട്ട് കുടിക്കണേ. സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണം. നോക്കൽ ഇബാദത്താ. സംസം വെള്ളത്തിൽ നോക്കൽ ഇബാദത്താ. അഞ്ചാമത്തെ കാര്യമെന്താ? പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കല്, ആലിമീങ്ങളുടെ മുഖത്ത് നോക്കല്. അൽഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കൽ ഇബാദത്താ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവേ, ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ അവസാനമാണ്, ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണെന്ന് ഇവിടുന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഇന്ന് ആലിമീങ്ങള് കുറവാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, മുത്തുനബി എവിടെന്ന് പറയുകയാണ്, ഇന്ന് നാടുകളില്ലാതെ പോയ ദുരന്തം വികയ്ക്കാനുള്ള കാരണമാകുന്ന രണ്ടാമത്തെ കാര്യമെന്ത്? വആലിമുൻ അലാ സബീലിൽ ഹുദാ. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോ, അതാ നാടുകളിൽ ദുരന്തമുണ്ടെന്ന് അതാ മുത്തുനബി പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട്, ഉൾപ്പെടെയുള്ള ഈ സദസ്സിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, നിങ്ങൾ പറയേണ്ടത് പറയട്. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? പല ഉസ്താദന്മാർക്കും പലതും പറയാ പേടിയാണ്. പല കാര്യങ്ങളും തുറന്നു പറയാ പലർക്കും പേടിയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണമെന്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, ജോലി നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് പലതും പറയാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാർ, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കല്ല. ചില ഉസ്താദന്മാര് പറയേണ്ട കാര്യങ്ങൾ പറയൂല. ഉസ്താദന്മാരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാ ഭയപ്പെടേണ്ട ഉസ്താദന്മാരെ? അള്ളാഹു ഇഷ്ടപ്പെട്ടവരല്ലേ നമ്മള്. അതുകൊണ്ടല്ലേ അള്ളാഹ് നമുക്ക് ഇൽമ തന്നെ. നമ്മള് പള്ളിയുടെ സെക്രട്ടറിയാ നമുക്ക് അന്നം തരുന്നേ, പള്ളിയിലെ പ്രസിഡന്റാ നമുക്ക് അന്നം തരുന്നേ. നമുക്ക് അന്നം തരുന്നത് അള്ളാഹുവാ. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മരിക്കണ കാലം വരെ നിനക്ക് ഹലാല് തരാൻ, ഹറാമല്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇൽമ പഠിക്കണ ആലിമേ, നിന്നെ ഞാൻ ബഹുമാനിച്ചവനാ, ഞാൻ ആദരിച്ചവനാ. അതുകൊണ്ട് പറയാനുള്ളത്, നീ ഉള്ളത് ആരുടെ മുഖത്ത് നോക്കി നീ പറയണം. നീ ഭയപ്പെടണ്ട. മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹ് തരാൻ നേരിട്ടുണ്ട്. പിന്നെന്തിനാ പേടിക്കണേ? അല്ലാതെ പലതും പറയാൻ, ഏത് വൃത്തികേടിനും കൊടപിടിക്കാൻ നിൽക്കരുത്. ഉള്ളത് പറയാനുള്ള ആർജവം ആലിമീങ്ങൾ കാണിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമീങ്ങൾ ഇത് പറയേണ്ടവരൊക്കെ, അതൊക്കെ ചിലരൊക്കെ അങ്ങോട്ട് പറയും. അത് പറയുന്ന കാണുമ്പോ വലിയ അത്ഭുതം തോന്നാറുണ്ട്. ഇരുന്നിട്ട് അങ്ങോട്ട് മൈക്കെടുത്ത് വെച്ചിട്ട് ഒരു ഭയമില്ല. ആരാണെങ്കിലും പറയാൻ ആർജവം കാണിക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു അവരുടെ നേതൃത്വത്തിന്റെ പുറകിൽ നടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ആലിമീങ്ങൾ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലവൻ ആലിമ. ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല ആള് ആലിമ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞതും ആലിമ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീടുദ്ഘാടനം, കുറ്റിയടിക്കാനും വീട് വെക്കാനും കട ഉദ്ഘാടനം ചെയ്യാനും എല്ലാത്തിനും ഉസ്താദ് വേണ്ടേ? വേണോ? അതിന് മാത്രമല്ല, അള്ളാഹു നാളെ നരകം കത്തിക്കാൻ ആദ്യം എടുത്തു വെക്കുന്ന 3 വിറകുണ്ട്. അതിലെ ഒരു വിറക് ഉസ്താദിന്റെ ശരീരമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെയും ഉദ്ഘാടനം ചെയ്യുമ്പോൾ എടുത്തു വെക്കണത് ഒരു ഉസ്താദിന്റെ ശരീരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടുകളിൽ കാണാതെ പോകുന്ന രണ്ടാമത്തെ വിഭാഗം അങ്ങനെയുള്ള ആലിമീങ്ങളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. ഉസ്താദന്മാരെ പറഞ്ഞപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായി. എങ്കിലും 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമശായിഖ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് തിരുത്തി കൊടുക്കുകയും നന്മ ഉപദേശിക്കുകയും ചെയ്യുന്ന പ്രായമായ ആൾക്കാര് ഇന്ന് നാട്ടിലില്ലാതെ വന്നാൽ അവിടെ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. പണ്ടൊക്കെ നാട്ടിലെ കാരണവന്മാരെ നമുക്കൊക്കെ പേടിയാ. കാരണം എന്തേ? അവര് നമ്മളെ ഉപദേശിക്കുമായിരുന്നു. വാപ്പ ഉമ്മ അല്ല,
പാപ്പായ് ചിലപ്പോൾ നമ്മുടെ കുടുംബവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ പള്ളിയുടെ മുന്നിൽ ഇരിക്കും. അപ്പോഴിങ്ങനെ എന്തുവാടാ ഇങ്ങനെ നടക്കണ ചോദിക്കും. നമ്മളെ വിളിച്ചിട്ട് അവര് ചോദിക്കും, നീ അബൂബക്കറിന്റെ മോനല്ലേടാ, നീ എന്താ ഇങ്ങനെ നടക്കണേ? ഉപദേശിക്കും. പേടിയായിരുന്നു നമുക്ക്. ഇന്ന് നിങ്ങൾ ചിന്തിക്ക്, പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന ഏതെങ്കിലും വാപ്പ ഏതെങ്കിലും ആരെങ്കിലും ഉപദേശിക്കാറുണ്ടോ? നിങ്ങൾ ആലോചിക്കും. ഉപദേശിക്കാനുള്ള അർഹതയില്ലാതെ പോയി. ഇന്ന് അവനായി അവന്റെ പാടായി നടക്കട്ടെ. പ്രായമുള്ളവരൊക്കെ ചിന്തിക്കുന്ന എന്തേ, അവനായി അവന്റെ പാട്, നമുക്കെന്ത് ഇങ്ങനെ നടക്കാം? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഒരു അംഗീകാരമല്ലേ, നിങ്ങളുടെ അവകാശമല്ലേ ഉപ്പ? എന്തുകൊണ്ട് ഈ മുടിയും വളർത്തി അടക്കണ മക്കളെ വിളിച്ചിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ? നിന്റെ മോനല്ലെങ്കിലും നിന്റെ ബാധ്യതയാ. തെറ്റ് കണ്ട തിരുത്തി കൊടുക്കണം നീ. അത് ആരുമാകട്ടെ, ഏത് സാഹചര്യത്തിലാകട്ടെ തിരുത്തി കൊടുക്കണം. ഒരു ഭയവും വേണ്ട. അത് ചെയ്തില്ലെങ്കിൽ നിന്റെ കാര്യം വലിയ കഷ്ടമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെറ്റ് കണ്ട ഈ നാട്ടിൽ എന്തെങ്കിലും തെറ്റ് കണ്ട തിരുത്തേണ്ടത് ഈ നാട്ടിലെ പ്രായമുള്ളവരുടെ ബാധ്യതയാ. നിങ്ങൾ ആ ബാധ്യത ചെയ്യാതെ വരുമ്പോഴാണ് അതാവുണ്ട്. ബക്കറ്റ് വിരിവൊന്നും ഇല്ലേപ്പാ? ഉണ്ട്. നീ എന്താ വിഷമിച്ചിരിക്കണ? കേറി ഇരിയുടെ അനിയ. ഓ പുറകെ പുറത്തിക്ക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ പ്രായമുള്ള വാപ്പമാരോട്, പ്രായമുള്ള ഉമ്മമാരോട്, നിങ്ങൾ പല തെറ്റും കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തവരാ. സ്വന്തം കുടുംബത്തിൽ പോലും എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നു, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. പല മോശമായ കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നടന്നിട്ട് എന്തേ വാപ്പാ നീ പ്രതികരിക്കാത്തത്? എന്തേ നീ തെറ്റിതിരുത്തി കൊടുക്കാത്തത്? ഇന്ന് ആർഭാട വിവാഹങ്ങളാണല്ലോ, എന്തെല്ലാം പേക്കൂത്തുകളാണ് നടക്കുന്നത്. പടച്ചവനെ, വിവാഹത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞ് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത് നമ്മുടെ സമുദായത്തിനെ ബാധിച്ച ഒരു ക്യാൻസറാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതാ ഘോഷയാത്ര വരുന്നത് പോലെ ആണിനെയും പെണ്ണിനെയും അതാ ഒരുക്കി കെട്ടികെട്ട് റോഡിലൂടെ കൊണ്ടുവരുന്ന രംഗം, പടക്കം പൊട്ടിക്കുന്ന രംഗം, പല മോശമായ വൃത്തികേടുകൾ നിന്റെ കുടുംബത്തിൽ നടന്നിട്ട് നീ മിണ്ടുന്നില്ലല്ലോ വാപ്പാ. എന്തേ നീ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് കണ്ടാ തിരുത്തണേ. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്വയം നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോകുന്ന രംഗത്തിലാണ് അബൂ ലൂൽ എന്ന് പറയുന്ന മജൂസി വിഷം കലർത്തിയ കടാരി കൊണ്ടുവന്ന് ഉമർ തങ്ങളെ കുത്തിമലർത്തുന്നത്. തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമർ തങ്ങളെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാണ്. ഉമർ തങ്ങൾ കരയുന്നുണ്ട്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു? മുത്തുനബിയുടെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ് ഉമർ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യരാ. നിങ്ങൾക്ക് അല്ലാഹു ഇസ്ലാമിലേക്ക് കടന്നു വരാ ഭാഗ്യം തന്നു. മുത്തുനബിയുടെ സഹാബിയാകാ ഭാഗ്യം തന്നു. ഈ മദീനത്ത് കിടന്നിട്ട് മരിക്കാറ്, ഷഹീദായി മരിക്കാറ് അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം തന്നില്ലേ ഉമറേ? എന്തിനാ ഇനി നിങ്ങൾ കരയുന്നത്? ഇതിനേക്കാൾ സന്തോഷമുള്ള ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ ഭാഗ്യവാനല്ലേ ഉമർ? ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അതാ തന്റെ മനസ്സിലേക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാഹുവേ, ഇതെല്ലാം പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിച്ചു നടക്കുകയാണ്. ഉപദേശം കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് നടക്കുമ്പോ ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഉമർ റളിയല്ലാഹു വലത് കൈ താഴെ കുത്തി, ഇടത് കൈയെടുത്ത് കുടൽമാലയിലേക്ക് വയറിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് തന്റെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരന്, മോനെ, എന്റെ
സഹോദരാ, ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, മോന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. മോന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നു മോനെ. അത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അഹങ്കാരത്തിന്റെ അടയാളമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചു കൊണ്ട് നടക്കുന്നത് അഹങ്കാരിയുടെ അടയാളമാ. അഹങ്കാരി അല്ലാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ തന്റെ വസ്ത്രം മുകളിലേക്ക് എടുത്തു ചേർക്കടൂ. അവിടെ നിന്ന് തന്റെ പൊന്നാര മകനോട് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ വസ്ത്രം ഉയർത്തടാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അവിടെ നിന്ന് തെറ്റ് കണ്ടപ്പം മരണത്തിന്റെ സമയത്ത് പോലും ഉപദേശിക്കാൻ തയ്യാറായെന്ന് ചരിത്രം പറയുമ്പോ, ഈ നാട്ടിലുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് നിങ്ങൾ പറയേണ്ടത് പറയടോ. തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കടോ. അല്ലാതെ അവൻ എങ്ങനെയുമാകട്ടെ എന്ന് കരുതിയിട്ടല്ല നിങ്ങളിൽ പലരും നടക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, പലർക്കും അത് പറയാനുള്ള അവകാശമില്ല. സ്വന്തം ഭാര്യയെ പോലും ഉപദേശിക്കാൻ അർഹതയില്ലാത്ത ചില വാപ്പമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ ലാ യദ്ഖുലൂനൽ ജന്ന, നാളെ സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആൾക്കാരുണ്ട്. 3 വിഭാഗം ആണുങ്ങളുണ്ട്. 3 വിഭാഗം ആണുങ്ങൾ നാളെ സ്വർഗത്തിന്റെ പുറത്താ. അവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കൂല. അവര് സ്വർഗത്തിന്റെ പുറത്താണ്. മുത്തുനബി അതിനകത്ത് പറഞ്ഞ ഒരു വിഭാഗം ആരെന്നറിയുവോ? പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവാ. പെണ്ണിന്റെ വാക്കുമാത്രം കേട്ട് പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവ് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ പുറത്താണെന്ന് മുത്തുനബി പറയുമ്പോ, ഉപദേശിക്കാൻ അർഹതയില്ല. ഭാര്യ ഉപദേശിക്കാൻ അർഹതയില്ല. മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ല. നാട്ടുകാരെ ഉപദേശിക്കാൻ അർഹതയില്ല. അത്രയ്ക്കും തരം താഴ്ന്നു പോകുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങൾ ആ കൂട്ടത്തിലാകാ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് പറയുമ്പോ ചോദിക്കും, ഉസ്താദേ ഇന്നത്തെ ചെറുപ്പക്കാരോട് മുടി വെട്ടണമെന്ന് പറഞ്ഞാൽ അവൻ അനുസരിക്കില്ലല്ലോ. അവര് ഞങ്ങളെ കളിയാക്കുമല്ലോ. അവര് ഞങ്ങളെ നാണം കെടുത്തുമല്ലോ. വാപ്പാ നീ എന്തിനാ ഭയപ്പെടുന്നത്? വാപ്പാ നീ എന്തിനാ പേടിക്കുന്നത്? പറയാനുള്ളത് നീ അങ്ങ് പറ. അവൻ അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും അവന്റെ ഇഷ്ടമാ. പക്ഷേ അവൻ കേട്ടില്ലെങ്കിലും പറയാനുള്ള മനസ്സ് കാണിച്ച ഈ നാട്ടിലെ ചെറുപ്പക്കാര് മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോ, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഉമ്മ പറയണമുമ്മ. പ്രായം ചെന്ന ഉമ്മ തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കണമുമ്മ. മോശമായ വസ്ത്രം ധരിച്ച് നടക്കുന്ന പെണ്ണിനോട് ഇത് മോശമാണ്, ഇത് പാപമാണ് ണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഉമ്മയാകണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തെറ്റിതിരുത്തിയാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മുത്തുനബി പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ അതാ ഖബർ പൊളിച്ചിട്ട് ജനങ്ങൾ ഇവിടെ വരും. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. ഒരു വിഭാഗമല്ലോ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗം ജനങ്ങളെ വിളിക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ചില ഉപ്പമാര്, ഈ സദസ്സിലിരിക്കുന്ന ചില ഉമ്മമാര് അല്ലാഹു തന്റെ മുന്നിലേക്ക് വിളിക്കുകയാണ്. പടച്ചവന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്.
നബി അവിടെന്ന് പറയുമ്പോ സഹാബികൾ ചോദിക്കുന്നു, നബിയേ ആരാണ് നബിയേ, ആരാണ് നബിയേ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൂന അനിൽ മുൻകർ. നബി അവിടെന്ന് പറയുകയാണ്, ഈ നാട്ടിൽ നടക്കുന്ന തെറ്റുകളുണ്ടല്ലോ, തന്റെ കണ്ണിന്റെ മുന്നിൽ നടക്കുന്ന പാപങ്ങളുണ്ടല്ലോ, ഈ തെറ്റുകൾ കണ്ടിട്ട് തിരുത്തി കൊടുക്കുന്ന വാപ്പാ, നാളെ വിചാരണയില്ലാതെ നിന്നെ റബ്ബ് സ്വർഗത്തിലേക്ക് കിടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു, നാലാമത്തെ വിഭാഗമാരാ പെങ്ങളെ, നാലാമത്തെ വിഭാഗമാരാ വനിസാഉഹും മസ്തൂറാത്ത് യതബറജന തബറജൽ ജാഹിലിയത്തൽ ഊലാ. ഭൂമിയിലെ ദുരന്തമുണ്ടാകാനുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം കണ്ടാൽ ജാഹിലിയ കാലത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാ. 6-ാം നൂറ്റാണ്ടിലെ ജാദാർക്കേജെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയില് നമ്മുടെ ഉമ്മ പെങ്ങന്മാരിന്ന് മാറിയിരിക്കുകയാ. ഇത് പറയുമ്പോ എന്റെ ഉമ്മമാർക്ക് വേദനിക്കും, പക്ഷേ പറയാതിരുന്നാൽ നാളെ നരകത്തിൽ എടുത്തു വെക്കുന്ന ഒന്നാമത്തെ വിറക് സിറാജായി പോകും. പെങ്ങള്, നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചാൽ, എന്നെ നിങ്ങൾ വെറുത്താലും പറയേണ്ടത് പറയണമല്ലോ. ഇന്നെന്റെ ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുക ചെറുപ്പക്കാരാ. ഇന്നത്തെ നമ്മുടെ പെങ്ങന്മാരുടെ, അല്ലാഹുവേ, പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണിന്റെ സ്വഭാവമുണ്ടല്ലോ, തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ മക്കള് മാറിയിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് വൃത്തികേടുകൾ കാണിക്കുമ്പോഴും ഫർദയിട്ട് കൊണ്ടാ കാണിക്കുന്നത്. ഇന്നെന്റെ പെങ്ങന്മാര് ടിക്ടോക്കിന്റെ പുറകിലാ. ഇന്ന് അധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാണ്. പെങ്ങള് എങ്ങനെ കഴിയുന്നടി പൊന്നുമോള്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, 15ഉം 20ഉം വയസ്സുള്ള ഒരു പെണ്ണ് കാണിച്ചാ പറയാം അവൾക്ക് പക്വതയില്ലാത്തത് കൊണ്ടാണെന്ന്. പക്ഷേ നിനക്കെന്ത് പക്വതയില്ലേ ഉമ്മ? 35ഉം 40ഉം വയസ്സായില്ലേ ഉമ്മ? നിന്റെ മക്കളെ കെട്ടിക്കാൻ പ്രായമായില്ലേ ഉമ്മ? എന്തേ നീ ഇങ്ങനെയായി പോയത്? പെമ്മക്കളെ കിടന്നിട്ട് ടിക്ടോക്ക് കാണിക്കുമ്പോ മൊബൈല് പിടിച്ചു കൊടുക്കുന്നത് ഉമ്മയാ. അല്ല വെറുതെ വിടുവോ ഉമ്മ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വേദനയോടെ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എന്റെ പെങ്ങന്മാരെ, എന്തിനാ മോളെ ഫർദ ധരിക്കുന്നത്? നീ എന്തെങ്കിലും വൃത്തികേട് കാണിക്കുമ്പോ എന്തിനാടി നീ ഫർദ ധരിക്കുന്നത്? അതെങ്കിലും ഒന്ന് ഊരിയിട്ടിട്ട് ചെയ്യുമോളെ. എന്തിനാ ഈ സമുദായത്തിന് പേരുദോഷം കേൾപ്പിക്കുന്നത്? എന്ത് പെങ്ങള്, ആ ശരീരത്ത് കിടക്കുന്ന ഫർദയുണ്ടല്ലോ, അതിട്ടുകൊണ്ടല്ലേ ഇന്ന് സർവ്വ വൃത്തികേടുകളും കാണിക്കുന്നത്. അല്ലാ, ആര് ധരിച്ച ഫർദയാ? ഫാത്തിമ ബീവി ധരിച്ചതല്ലോ, ഖദീജ ബീവി ധരിച്ചതല്ലോ, ആയിഷ ബീവി ധരിച്ചതല്ലേ, ഈ മഹദിമാര് ധരിച്ച ഫർദ. ആ ഫർദ ഇട്ടുകൊണ്ട് നീ എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? കണ്ടവന്റെ കൂടെ പോകണമെങ്കിൽ പോകടി, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അത് പറയാൻ ഇന്ന് ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് കണ്ടവന്റെ കൂടെ പോയാ ഒന്നുമില്ലല്ലോ. നിങ്ങളെ പൊക്കോ, പ്രസവില്ല. പക്ഷേ ഫർദ ധരിച്ചുകൊണ്ട് നീ പോകരുത്. കണ്ടവന്റെ കൂടെ കറങ്ങുന്നത് ഫർദ ഇട്ടിട്ടു. ഏത് കോമാളിത്തരം കാണിക്കുമ്പോഴും ഫർദ എന്തിനാ മോളെ ധരിക്കുന്നത്? അതുകൊണ്ട് പെങ്ങന്മാരോട് പറയുകയാ, അഹങ്കരിക്കല്ലേടി, അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ. അത് നിന്റെ നാശമാ, അത് നിന്റെ നാശമാ. എല്ലാം കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് മോളെ.
ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് മുകളിലുണ്ട്. നാളെ പോയി നിൽക്കേണ്ടതാ. എന്തു തുടി കാണിച്ചാൽ, എന്ത് അഹങ്കാരം കാണിച്ചാൽ, എത്ര അറുമാദിച്ച് നടന്നാൽ പടച്ചവനെ ഒരു മരത്തിന്റെ ചുവട് മതി. ഒരു മരത്തിന്റെ ചുവട് കിട്ടിയ ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കാമം തീർക്കുന്ന പെങ്ങന്മാരുടെ കാലവാ. അടച്ചാക്ഷേപിക്കുകയല്ല പടച്ചവനെ. ബസ്സിനകത്താകട്ടെ, ട്രെയിനിനകത്താകട്ടെ, ട്രെയിനിന്റെ അകത്തിരിക്കുമ്പോ കാണാം ഉമ്മയുടെ പ്രായമുള്ള, ഉമ്മയുടെ പ്രായമുള്ള, ഉപ്പുപ്പാടെ പ്രായമുള്ള, വാപ്പയുടെ പ്രായമുള്ളവര് കണ്ണിന്റെ മുന്നിലിരുന്നാൽ, പടച്ചവരെ ഉസ്താദന്മാരിരുന്നാൽ, അല്ലെങ്കിൽ സമപ്രായക്കാരിരുന്നാൽ, കണ്ടവന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കാ, കണ്ടവന്റെ ചുമലിൽ ചാരിയിരുന്ന് സെൽഫി എടുക്കാ. നമ്മുടെ ഉമ്മത്തിലെ പെമ്മക്കൾ ഇങ്ങനെയാകുമ്പോ സങ്കടമുണ്ട് പെങ്ങള്, സങ്കടമുണ്ട് പെങ്ങള്. അതുകൊണ്ട് എന്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ കിടന്ന് എന്തൊക്കെ കാണിച്ചാൽ അവസാനമല്ല, ഇതെല്ലാം തീരുന്ന ഒരു രംഗമുണ്ടുമ്മ, ഇതെല്ലാം കഴിയുന്ന ഒരു രംഗമുണ്ട്. അതാ മലക്കുൽ മൗത്ത് കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് പറയും വിളിക്കടാ, അന്ന് പറയും വിളിക്കു പെണ്ണ്, കൂടെ നടന്ന കാമുകന്മാരെ മുഴുവനും വിളിക്കൂ, നിനക്കെല്ലാ സഹായവും ചെയ്തു തന്നവരെ വിളിക്കൂ, നിനക്ക് ധൈര്യം തന്നവരുണ്ടല്ലോ. പാടമുഖത്ത് നോക്കിയിട്ടപ്പോ എനിക്കൊരുത്തരെ ഇഷ്ടമാണ്, അവനെ കെട്ടിച്ചു തരണം മോളെ, അവൻ മുസ്ലിം അല്ലല്ലോ, എനിക്ക് അവനെ തന്നെ മതിയെന്ന് പറയാൻ നിനക്ക് ധൈര്യം തരുന്നവരുണ്ടല്ലോ. ഏത് വൃത്തികേടിനും കൊടി പിടിച്ചു തരുന്നവരുണ്ടല്ലോ. ഇവരെ എല്ലാവരെയും നീ വിളിക്കണം പൊന്നുപോലെ. അവസാനം അതാ മരണത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ, അസ്റായീൽ നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എല്ലാവരെയും വിളിക്കണം, നീ എല്ലാവരെയും വിളിക്കണം. മലക്കുകൾ പറയും വിളിക്കടി. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. കടന്നു നിലവിളിക്കുമടി, കടന്നു പിടയുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിന്നെ കൊണ്ടുപോയി അള്ളാന്റെ മുന്നിൽ നിർത്തുമ്പോഴും ഈ അഹങ്കാരം നിനക്ക് കാരണം, ഈ കാണിക്കുന്ന ആർജവം അപ്പോഴും നീ കാണിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഒരുപാട് അഹങ്കരിച്ചില്ലേ? 30-40 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാവം ഈ 20 മുമ്പേ ചെയ്തില്ലേടി? ഈ 20 വർഷത്തിന് മുമ്പേ 18-19 തികഞ്ഞ നീ നിന്റെ ഉമ്മ ചെയ്യാത്ത പാവം വരെ ചെയ്തില്ലോ. ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ പറയാ സങ്കടവാ. അല്ലാഹുവേ, നെഞ്ചു പൊട്ടുന്ന രംഗമായിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമുദായത്തിന് എന്ത് പറ്റിയെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 3 വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലാ. അല്ലാഹു ശപിച്ച 3 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അവരെ അല്ലാഹു ശപിച്ചവരാണ്, അവരെ അല്ലാഹു ശപിച്ചവരാണ്. ഇന്നത്തെ യുവതലമുറ കേൾക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 3 വിഭാഗം പെണ്ണുങ്ങളെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വീട്ടിൽ പോയിട്ട് നോക്ക്, നിന്റെ ഭാര്യ, നിന്റെ പെങ്ങന്മാര്, നിന്റെ പെമ്മക്കള് അല്ലാഹു ശപിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ? നിനക്ക് സമാധാനം അല്ലാഹു തരൂല. അല്ലാഹു ശപിച്ചവനായി ഇബ്ലീസ് ഇന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശാപം കിട്ടിയ പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ?
മുത്തുനബിയോട് സഹാബികൾ അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ അല്ലാഹു ശപിച്ചവരാരാ? ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പച്ച കുത്തുന്ന പെണ്ണുങ്ങളാ. ശരീരത്ത് പച്ച കുത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ആണുങ്ങളുടെ ഹോബിയായിരുന്നു. പെണ്ണുങ്ങളിലേക്കും അത് കടന്നു വന്നിരിക്കുകയാ. ശരീരത്ത് പച്ച കുത്തികെട്ട് നടക്കുന്ന മുസ്ലിമേ, നിന്നെ അല്ല ശപിച്ചതാ. അള്ളാന്റെ ശാപം കിട്ടിയാ നേരെയാകൂല. അതിന് പഠിക്കാനായി ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെങ്ങള്, പച്ച കുത്തുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ? താടിയുള്ള തഴമ്പുള്ള നെളിഞ്ഞിരിക്കുന്ന ഉപ്പമാര്. വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക്, നിന്റെ പെങ്ങളുടെ മുഖത്ത് നോക്ക്, നിന്റെ രക്തത്തിൽ പിറന്ന പെമ്മക്കളുടെ മുഖത്ത് നോക്ക്. മുഖത്തെ മുടിയുണ്ടല്ലോ, പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ, നിന്നെ അല്ല ശപിച്ചതാ. നിന്നെ അല്ല ശപിച്ചതാ. അതെ, എനിക്കൊരു സമാധാനമുള്ള ജീവിതമില്ലല്ലോ. എങ്ങനെ കിട്ടാനാടാ? അള്ളാന്റെ ശാപം വാങ്ങുന്നവൾ നിന്റെ ഭാര്യയാണല്ലോ. അള്ളാന്റെ ശാപം വാങ്ങുന്നത് നിന്റെ പെങ്ങളാണല്ലോ. നിന്റെ മോള് അല്ല ശപിച്ചവളാണല്ലോ. പിന്നെ എങ്ങനാ നിന്റെ വീട്ടില് സമാധാനം കിട്ടുന്നത്? നിന്റെ വീട്ടില് ബർക്കത്തുണ്ടാകുന്നത്? അതുകൊണ്ട് പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ, എല്ലാ ഗ്ലാമറിന് വേണ്ടിയല്ലോ, എല്ലാ സൗന്ദര്യത്തിന് വേണ്ടിയല്ലേ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. പുഴുത്ത് നാറും മോളെ പുഴുക്കുപടി. മൂന്നിന്റെ അന്ന് നിന്റെ ചുണ്ടും കണ്ണും എവിടെ പോയി? ഏഴിന്റെ അന്ന് പുഴുത്ത് നാറുമല്ലോ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, മുഖത്തെ മുടിയുണ്ടല്ലോ, പിരികത്തിലെ മുടി പറിച്ചു കളയുന്ന പെണ്ണ്, നിന്നെ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ വിഭാഗമാരാ? അല്ല ശപിച്ച മൂന്നാമത്തെ വിഭാഗം. ഒന്നാമത്തെ വിഭാഗം പച്ച കുത്തുന്ന പെണ്ണ്. അപ്പൊ ആണുങ്ങൾ ആ കൂട്ടത്തില. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരീരത്ത് പച്ച തേക്കുന്ന പെണ്ണ്. രണ്ട്, പിരിയത്തി പോയി നോക്കിയാ എന്തൊക്കെ മോഡലല്ലേ. നിന്റെ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങാനല്ല, നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുമ്പോ സുന്ദരിയാകാൻ പിരിയത്തെ മുടിയൊക്കെ പറിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുഴുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് നോക്ക്, ഹാജിയാരെ പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്ക്, മോളുടെ മുഖത്ത് നോക്ക്, ഉസ്താദന്മാരും പോയി നോക്ക്, എല്ലാരും പോയി നോക്ക്. കാണും പറയാം, അതാ നിന്റെ വീട്ടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും റബ്ബിന്റെ ഒരു സഹായവും കിട്ടാത്തത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, മുടി നരച്ച മുടിയിൽ പെയിന്റ് അടിച്ചടക്കല്ലേ. നരച്ച മുടിയിൽ പെയിന്റ് അടിക്കാൻ, പ്രായം മറക്കാൻ. ഓ അല്ലാഹു അഅലം. പ്രായം മറക്കാൻ നല്ല കറുത്ത പെയിന്റ് അടിച്ച് ചോദിച്ചാൽ നീ മസാല പറയുക. അതിന് ചോദിച്ചാൽ പറയും സഹാബികൾ അന്ന് ചെയ്തില്ലേന്ന്. സഹാബികൾ ചെയ്തെന്തിന്? യുദ്ധത്തിൽ പോകുമ്പോ പ്രായം മറക്കാൻ. അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല. മുടിക്കകത്ത് പെയിന്റ് അടിച്ചടക്കണ വാപ്പായോട് ചോദിച്ച ഉസ്താനോട് ചോദിക്കും, സഹാബികൾ ചെയ്തില്ലേ? സഹാബികൾ ചെയ്തു. എന്തിന്? യുദ്ധത്തിന് പോയപ്പോ ഞങ്ങൾ യുവത്വമാണെന്ന് അറിയിക്കാൻ വേണ്ടി അവര് തേച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ മുടി നരച്ചത് എങ്ങനെ ചെയ്തിരുന്നത്? നിന്റെ പെണ്ണുമ്പിള്ള എടുത്ത് പോകുമ്പോ, അല്ലെങ്കിൽ പെണ്ണ് രാത്രി മണിയറയിൽ പോകുമ്പോ ഭർത്താവിന് പ്രായമായി എന്ന് തോന്നാതിരിക്കാൻ മുടിയിൽ ഇങ്ങനെ തേച്ചു. അതാ നീയോ? അള്ളാഹുവെ, കളവിയും തേച്ചിട്ട് നടക്കും, കളവനും തേച്ചിട്ട് നടക്കും. നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നീ ഇപ്പൊ മുടിക്കകത്ത് കുറച്ച് അത് മൈലാഞ്ചി തേക്കാത്ത എന്താ? എന്തേ വാപ്പ നിന്റെ താടിയിൽ എന്തേ മൈലാഞ്ചി തേക്കാത്ത? സുന്നത്തല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലേ? എന്തേ നീ വാരി തേക്കാത്തത്? അത് തേച്ചാ കാണുമില്ലേ?
മറ്റേതാകുമ്പോ അറിയത്തില്ല, വാരി അടിച്ചോ, നാളെ നിന്റെ മുഖത്ത് ഇതുപോലെ അള്ള വാരി അടിക്കും. ചുമ്മാതല്ല, വീട്ടിൽ അള്ളാന്റെ ശാപം കിട്ടിയവനാ ശൈത്താൻ. നടക്കുന്നുണ്ടല്ലേ? അതുപോലെ നടക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ 3 സ്വഭാവം ഉണ്ടെങ്കിൽ നീങ്ങും മാറ്റിക്കോ. ഈ 3 സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ. എന്നിട്ട് ഇങ്ങനെ മാസികകൾ എടുത്തിട്ട് ആ വനിതയും മംഗളമൊക്കെ എടുത്തിട്ട് അള്ളാഹു മോഡലുകളെ കണ്ടിട്ട് ഇവളെ പോലെ ആവണം എനിക്ക്. അതല്ല പെങ്ങളെ. എത്രയോ അല്ലെങ്കിൽ സിനിമാ നടിമാർ, സീരിയൽ നടിമാർ, അവരൊന്നുമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം അള്ളാഹുവിന്റെ ദീൻ. നീ മുസ്ലിമാണെന്ന് ഓർക്ക്. പലപ്പോഴും മറന്നു പോകുന്നു നമ്മുടെ സഹോദരിമാർ. നമ്മളൊരു മുസ്ലിമാണെന്ന് പലപ്പോഴും മറന്നു പോകുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ എത്ര ചരിത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. ആദ്യത്തെ വനിത മുതൽ ഓരോ സഹാബി, ഓരോ പെണ്ണുങ്ങളുടെ ചരിത്രം വായിക്കുക. ആയിഷ ബീവിയാര, ഖദീജ ബീവിയാര, ഫാത്തിമ ബീവിയാര, ഓരോ പെണ്ണിന്റെയും മഹദിമാരുടെ ചരിത്രം എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്ക്. നഫീസത്തുൽ മിസ്രിയാര, ദിന്നൂറുൽ മിസ്രിയാര, എല്ലാവരുടെയും ചരിത്രം വായിച്ചു നോക്ക്. ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും. നിങ്ങൾ ആരാ? നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ പവിത്രതയും നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു സഹോദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോവുകയാണ്. ദഖൽതുൽ ജന്ന ഫസമിഅത് ഖശഫതൻ. റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ മുത്തുനബിയുടെ മുന്നിൽ ഇങ്ങനെ ആരോ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ആരോ ഇങ്ങനെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫഖുൽതു മൻ ഹൗലായി ഹാദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്, ഫഖുൽതു മൻ ഹൗലായി ഹാദിഹി റുമൈസ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ നടന്നു പോവുകയാണ്. ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വർഗ്ഗത്തിൽ മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. ആരാ പടച്ചവര്? എന്നെക്കാൾ സ്വർഗ്ഗത്തിൽ നടന്നു പോകുന്ന പെണ്ണാരാണ്? ആ സമയത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അത് റുമൈസയാണ് നബിയേ. അത് റുമൈസ റളിയല്ലാഹു തആല അൻഹയാ. ആരാണ് റുമൈസ എന്നറിയുമോ? എന്റെ പെങ്ങളെ, ആരാണ് റുമൈസ? മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം. അത് ഉമ്മു സുലൈമാൻ നബിയേ. അത് ഉമ്മു സുലൈമാൻ നബിയേ. ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണ് മുത്തുനബിയുടെ മുന്നിലൂടെ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. പടച്ചവനെ, കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുകയാണ്, മുത്തുനബിയെ കുറിച്ച് കേൾക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ശഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പിഞ്ചുമകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മു സുലൈം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ മാലിക് എന്ന് പറയുന്ന ഭർത്താവ് പറയുന്നു, ഉമ്മു സുലൈം, എന്നെ വേണോ നിനക്ക്? മുസ്ലിം മതം വേണോ? നിനക്ക് പുതിയ മതമാണോ വേണ്ടത്? എന്നെയാണോ നിനക്ക് വേണ്ടത്? എന്നെ വേണമെങ്കിൽ ഇസ്ലാം കളഞ്ഞിട്ട് വാ. ഉമ്മു സുലൈം പറഞ്ഞു, മാലിക്കേ, എനിക്ക് രണ്ടും വേണം. എനിക്ക് അല്ലാഹുവിന്റെ ദീൻ വേണം, എനിക്ക് നിങ്ങളെയും വേണം. എന്ത് പറഞ്ഞിട്ടും ഉമ്മു സുലൈം മതം മാറാതെ വരുമ്പോ മാലിക് വീട്ടിൽ നിന്നിറങ്ങി പോവുകയാ. അനസ് എന്ന് പറയുന്ന പൊന്നുമോനെ കയ്യിലേൽപ്പിച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. ഇന്നത്തെ പെണ്ണ് നേരെ തിരിച്ചാണ്. ഇന്നത്തെ പെണ്ണ് നേരെ തിരിച്ചാണ്. കാമുകൻ വന്ന് വിളിച്ചാ കുടുംബക്കാരെ മാത്രമല്ല, അല്ലാഹുവിന്റെ ദീനിനെ പോലെ 18 കൊല്ലം സുജൂദ് ചെയ്ത റബ്ബിനെ മറന്നിട്ട് ആ പടച്ചവനെ പുറങ്കാല് കൊണ്ട് ചവിട്ടി തേച്ചിട്ട് ഇറങ്ങി പോവുകയാ.
ചിന്തിക്കു പെങ്ങള്. ഭർത്താവ് പറഞ്ഞു എന്നെ നിനക്ക് വേണമെങ്കിൽ മതം മാറണം. അവിടെന്ന് പറഞ്ഞില്ല, ഇന്ന് കാമുകനെ കിട്ടാൻ ഇസ്ലാം മറക്കുന്ന കാലമോ. പക്ഷേ ആ പെണ്ണിനെ സ്വർഗത്തിലെ മുത്തിനബിയുടെ മുന്നിൽ നടക്കാൻ ഭാഗ്യം കിട്ടിയതിന്റെ കാരണം എന്തെന്നറിയുമോ? ഭർത്താവ് ഇറങ്ങിപ്പോയി, അവിടെന്ന് കരയുകയാണ് ചെയ്തത്. തന്റെ പൊന്നുമകനെ വളർത്തുകയാണ്, തന്റെ പൊന്നാര മകനെ വളർത്തുകയാണ്. പടച്ചവരെ, അതാ കഷ്ടപ്പെട്ട് തന്റെ പൊന്നുമോനെ വളർത്തുകയാണ്. അതാ തന്റെ നാട്ടിലേക്ക് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ നാട്ടിലേക്ക് ഹിജ്റയ്ക്ക് വന്നപ്പോ എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് സമ്മാനവുമായിട്ട് മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നുപോയി. എല്ലാവരും സമ്മാനം കൊടുക്കുകയാണ്, എല്ലാവരും സമ്മാനം കൊടുക്കുകയാ. വിലപിടിപ്പുള്ളത് എല്ലാവരും കൊണ്ടുകൊടുക്കുന്നു. ഉമ്മു സുലൈം വീടിന്റെ അകത്തിരുന്നു കരയുന്നു. അല്ലാ, മുത്തുനബി ആദ്യമായിട്ട് കാണാൻ പോകുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യമായിട്ട് കാണാൻ പോകുകയാ. കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അനസ് എന്ന് പറയുന്ന 11 വയസ്സുള്ള പൊന്നുമോര് ഉമ്മാനോട് ചോദിച്ചു, എന്തേ ഉമ്മ കരയുന്നത്? എന്റെ ഉമ്മ എന്തിനാ കരയുന്നത്? ഉമ്മ സുലൈം തന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അവിടുന്ന് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്നിട്ട് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. ഉമ്മു സുലൈം തന്റെ 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമകന്റെ കയ്യിൽ പിടിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും സമ്മാനം തരുന്നു നബിയേ, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ, ഞാൻ പാവപ്പെട്ടവളാണ് നബിയേ, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല നബിയേ. എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമോ. അത് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ പൊന്നുമോനെയാണ് നബിയേ. എന്റെ അനസിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. എന്തേ ചെയ്തതെന്നറിയോ? 11 വയസ്സുള്ള പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയേ, ഇവനെ എടുത്തോ നബിയേ, എന്റെ പൊന്നുമോനെ എടുത്തോ നബിയേ. അങ്ങക്ക് ഹാദിമായിട്ട് അങ്ങക്ക് ചെരുപ്പെടുത്തു തരാറ്, അങ്ങക്ക് വെള്ളമെടുത്തു തരാറ്, എന്തെങ്കിലും ജോലി ചെയ്യാൻ എന്റെ പൊന്നുമോനെ എടുത്തോ നബിയേ. ഇതല്ലാതെ തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് അനസ് എന്ന് പറയുന്ന പൊന്നുമോനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, അനസേ, നാളെ പരലോകത്ത് വെച്ച് കാണുമ്പോ ഉമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണേ മോനെ. അനസ് എന്ന് പറയുന്ന പൊന്നുമോന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് സമ്മാനം കൊടുത്തിട്ട് പോയെന്ന് ചരിത്രം പറയുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരോട് ആ മഹ്ദി കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ മഹ്ദി കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കിടക്കുന്നത് പോയിട്ട്, ആ സ്വർഗം കാണുന്നത് പോയിട്ട്, ആ സ്വർഗം ചോദിക്കുന്നത് പോയിട്ട്, ആ സ്വർഗത്തിന്റെ പരിമളം 500 വർഷം വരെ അടിച്ചു വീശുമെന്നാണ്. ആ 500 വർഷത്തെ വടിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയെങ്കിലും ശ്വസിക്കാൻ നിനക്ക് അർഹതയുണ്ടോ?
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ലോ. എന്റെ പ്രിയമുള്ളവരെ, മരിക്കാൻ ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, ഒരു മാരക രോഗവും വേണ്ടോ. എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ലോ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആസ ദഹ്റൻ അലാ ദഹ്രി. ഇന്ന് ചിലരുടെയൊക്കെ ജീവിതം കണ്ടോ ഒരിക്കലും മരിക്കാത്തവരെ പോലെയോ. എങ്കിൽ എന്റെ പെങ്ങളോട് ചോദിക്കട്ടെ, രാവിലെ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടി പൊന്നുമോള്? രാവിലെ കവിളിൽ ഉമ്മ തന്നിട്ട് ജോലിക്ക് പോയാ ഗൾഫിൽ പോയ നിന്റെ വാപ്പ എവിടെ? രാത്രി ഉപ്പാടെ കയ്യിൽ പിടിച്ച് ബെഡ്റൂമിലേക്ക് കടന്നുപോയ നിന്റെ ഉമ്മ എവിടെ? അതുകൊണ്ട് പെങ്ങള്, രാവിലെ എഴുന്നേക്കുന്നവർ വൈകുന്നേരം തികയ്ക്കുന്നില്ലോ, വൈകുന്നേരം കടന്നവര് രാവിലെ എഴുന്നേക്കുന്നുമില്ല. കവി പറയുകയോ, ഒരു തലവേദന പോലും ഇല്ലാത്തവർ വീണു മരിക്കുന്നില്ലോ. ഒരു രോഗവുമില്ലാത്തവർ മരിച്ചുപോയ മയ്യത്ത് നീ കണ്ടില്ലേടി പൊന്നുമോള്? 10 വയസ്സുള്ളോ, 15 വയസ്സുള്ളോ, 20 വയസ്സുള്ളോ, എന്റെ കൂടെ പഠിച്ച പലരും എവിടെയേ പൊന്നുമോള്? അതിവിടത്തെ പള്ളിപ്പറമ്പില് കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് മോളെ, എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ലോ, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ലോ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തോ. സദക്കത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടതല്ലോ പടച്ചവരെ, ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോയാ എത്രയോ പാവങ്ങളെ കാണുന്നുണ്ട് വയനാടിന്റെ പരിസരങ്ങളിലല്ലോ. ഒരു ദിവസം എത്ര ജനാസയാണ്, 10-40 പേര് മണ്ണിന്റെ അടിയിൽ നിന്നെടുക്കുന്ന രംഗം കണ്ടതല്ലോ. അവരുടെ എല്ലാം പോയല്ലോ, അവരുടെ എല്ലാം പോയല്ലോ. വയനാടിന്റെ പരിസരങ്ങളല്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇന്നലെ കുടുംബമുണ്ടായിരുന്നു, ഇന്നലെ വീടുണ്ടായിരുന്നു, കൊട്ടാരം പോലെ ഉണ്ടാക്കി വീടിന്റെ അകത്ത് കിടന്നിറങ്ങിയ പാവങ്ങള് അവസാനം ഇട്ടിരിക്കുന്ന വസ്ത്രവുമായി പടച്ചവനെ കാത്തു നിൽക്കുകയാണ്. കൊണ്ടുവരുന്ന ഭക്ഷണവും കാത്ത്, അല്ലാഹുവേ, ഉടുത്തിരുന്ന തുണിയുരിഞ്ഞ് തറയിൽ വിരിച്ചിട്ട് കിടന്നിറങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്രയോ പാവങ്ങൾ മാറിപ്പോയില്ലേ. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാ, ഇതുപോലെയുള്ള അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പാവങ്ങളെ മറന്നു പോകരുത്, ആ പാവപ്പെട്ടവരെ മറന്നു പോകരുത്. നമ്മുടെ ദുആകളിൽ എപ്പോഴും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ, അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. പടച്ചവരെ, സർവ്വതും നഷ്ടപ്പെട്ടു പോയ പാവങ്ങള് എല്ലാം നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്ന പാവങ്ങൾക്ക് നീ ഒരു വഴി തുറന്നു കൊടുക്കണേ അല്ലാ.
പക്ഷേ ഇതൊക്കെ ഉണ്ടായാൽ ഇപ്പോഴും കണ്ണു തുറക്കാത്ത പലരുമുണ്ട്. പടച്ചവനെ, ഈ പാവപ്പെട്ടവർ കടന്ന് കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു സഹായം പോലും ചെയ്യാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക്. അല്ലാഹുവേ, നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ടവനാണ്. അല്ലാഹു ഒരാളെ വളർത്തണമെന്ന് വിചാരിച്ചാൽ, അല്ലാഹു ഒരാളെ ഉയർത്തണമെന്ന് വിചാരിച്ചാൽ, നൗഷാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യർ ഒറ്റ ഒരു രാത്രി നേരം വെളുത്തപ്പോ ലക്ഷങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരു മനുഷ്യനായി മാറി. കാരണം എന്തെന്നറിയോ? അതാ തന്റെ കടയിലേക്ക് വരുന്നതിന് മുമ്പ് എത്രയോ വലിയ വലിയ ഷോപ്പുകളുണ്ട്. അവരുടെ മുന്നിൽ പോയിട്ട് അവർ പരിഗണിക്കാതെ വന്നപ്പോ അവസാനം ഈ പാവപ്പെട്ടവർ ജീവിക്കുന്നതിന് വേണ്ടി അതാ തന്റെ ഒരു ജീവിതമാർഗമായി വെച്ചിരുന്ന ഒരു ചെറിയ കട അതിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് വാരിക്കൊടുക്കുന്നത് കണ്ടാൽ അല്ലാഹുവേ, നന്മയുള്ള ഒരു മനുഷ്യനാണ്. റബ്ബേ, നീ അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. ഈ പ്രളയത്തിന്റെ സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട്, കോടികൾ കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നീ അവർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ. അവർക്ക് നീ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകണേ തമ്പുരാന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അസ്സദഖത്തു റത്തുൽ ബലാ, വിപത്തുകളെ തട്ടി മാറ്റാനുള്ള ഒരു ആയുധമാണ് സദഖ. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു, മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യല്ലാ. പടച്ചവരെ, ഇങ്ങനൊരവസ്ഥ എനിക്ക് വരുത്തല്ലേ തമ്പുരാന്. എന്റെ സർവ്വതം നഷ്ടപ്പെടുത്തല്ലേ തമ്പുരാന്. അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് എന്നെയും എന്റെ കുടുംബത്തെയും കാക്കണേ അല്ലാ എന്ന ഒരു നല്ല നിയത്തോട് ഒരു സദഖ കൊടുത്തോ. അല്ലാഹുവേ, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.